വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്ക് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അതേ കർത്താവ്, ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഓടിക്കൂടിയിരിക്കുന്നു. അങ്ങേ ഞങ്ങൾ ചേർന്നണയട്ടെ കർത്താവേ. അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, അവിടുത്തെ വചനത്തിന് മുമ്പാകെ യേശുവിൻ്റെ അമ്മയായ മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് കർത്താവേ ഞങ്ങളും അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അത് ഞങ്ങൾക്ക് ഈ വചനം കർത്താവ് ജീവനായിട്ട്, സമൃദ്ധമായ ജീവനായിട്ടാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇല്ല യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ 14-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 5:14, കർത്താവിൻ്റെ സാക്ഷികളാകുന്നതിനെക്കുറിച്ച്, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഇന്ന് വൈകിട്ട് തിരുവല്ലയിൽ അവിടെ CMFൻ്റെ കോൺഫറൻസിന് ഒരു പാനൽ ഡിസ്കഷനുണ്ട്. അപ്പോൾ അതിന് അവർ പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു സഭയിലും ഇത് ആവശ്യമാണല്ലോ. കർത്താവിൻ്റെ സാക്ഷികളാകുന്നത്, അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാനൊരു 11 കാര്യങ്ങൾ ഇങ്ങനെ അക്കവിട്ട് എഴുതി വെച്ചായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മനസ്സൊരുക്കുക, നാം ഒരു പുതുക്കത്തിനായി കർത്തന് യേശു സാക്ഷികളായിന്ന് നമ്മളെ പാട്ടിൽ നമ്മൾ പാടിയതുപോലെ, ആ സാക്ഷികളായിരുന്ന വാക്കുള്ളത് കൊണ്ടല്ല പാട്ട് സെലക്ട് ചെയ്തത്. പക്ഷേ പലപ്പോഴും പാട്ട് സെലക്ട് ചെയ്ത് പറഞ്ഞു വരുമ്പോൾ എല്ലാം വളരെ എവറിത്തിങ് വിൽ ഫോൾ ഇൻ പ്ലേസ് എന്ന് പറയുന്നത് പോലെ. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആ ഒരു കാര്യം കർത്താവ് നിങ്ങളെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നെ ഹൃദയത്തിലുള്ളൊരു ഭാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വേണം കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നിട്ടുണ്ടോ ഈ ഭൂമിയിൽ? ശരിയാണ്, ഒരളവിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളാണ്. എന്നാൽ നമ്മളൊരിക്കലും കംപ്ലേസൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ആ ഉള്ള നിലയിലൊരു തൃപ്തി നമുക്ക് പാടില്ല. കർത്താവ്, ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നവണ്ണം ഒരു സാക്ഷിയായി തീർന്നിട്ടുണ്ടോ? ശരിയാണ്, നമ്മൾ എല്ലായിടത്തും ഒരുപക്ഷെ ജോലി സ്ഥലത്തും അയൽപക്കത്തും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ, ക്യാമ്പസിൽ, കോളേജിൽ ഒക്കെ നമ്മൾ കർത്താവിൻ്റെ മകനാണ്, മകളാണെന്നുള്ളൊരു നമ്മളെ അങ്ങനെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഒരളവിൽ നമ്മൾ സാക്ഷികളായെന്ന നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിനെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ സാക്ഷിക്കുവാനും നമ്മളുടെ സാക്ഷികളാകുക എന്ന് പറയുമ്പം നമുക്കറിയാം. ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വാക്യത്തിൽ എന്താ പറയുന്നത്? അവിടെ നിങ്ങളെൻ്റെ സാക്ഷികളാകും എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8 വാക്യം. അവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു 40ഓളം ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നൊക്കെ നമ്മളവിടെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:3 വാക്യത്തിൽ ഓവർ എ പീരീഡ് ഓഫ് 40 days, ഒരു 40ഓളം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം, കറക്റ്റ് 40 നാളല്ല, 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു വാഗ്ദത്വവും കൂടാണ്. യു വിൽ റിസീവ് പവർ. അത് കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞതിന് ശേഷം 9-ാമത്തെ വാക്യം ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അതെ, അപ്പോൾ ആ ഒലിവുമലയിൽ നിന്നാണ് എന്നുള്ള കാര്യമൊക്കെ അവൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്ത് നമ്മുടെ വെളിപാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ നമ്മൾ ഒലിവുമലയിലേക്ക് കർത്താവ് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ വന്നിറങ്ങും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ. ആ 11-ാമത്തെ വാക്യത്തിൽ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. കണ്ടതുപോലെ തന്നെ കർത്താവ് ആ ഒലിവുമലയിൽ നിന്ന് കർത്താവ് അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയി. ഒലിവുമലയിൽ തന്നെ വന്ന് കർത്താവ് കാല് ചവിട്ടും. സഖറിയാവ് 14-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് ഒരു
വ്യക്തി ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പായിട്ട് മരണക്കിടക്കയിൽ ഒരു അപ്പനോ ഒരമ്മയോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണെങ്കിൽ അത് ഏറ്റവും പ്രാധാന്യത്തോടെ എടുക്കൂലേ. അത് അവരുടെ ആ ഒരു അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് പോലെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് കർത്താവ് അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാ ഈ ഒരു 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. യു വിൽ ബി മൈ വിറ്റ്നസ്സസ്, യു വിൽ ബെയർ മൈ വിറ്റ്നസ്സസ്. നിങ്ങൾ എൻ്റെ സാക്ഷ്യം വഹിക്കും എന്നുള്ളതല്ല, സാക്ഷ്യം വഹിക്കും എന്നാൽ യു വിൽ ബി മൈ വിറ്റ്നസ്സസ് എന്ന് പറയുമ്പോൾ അത് സാക്ഷികളാകുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗുകൊണ്ട് പറയുന്നു. എന്നാൽ സാക്ഷികളാകും എന്ന് പറയുമ്പോൾ അത് ജീവിതം കൊണ്ടുള്ളൊരു സാക്ഷ്യം ആദ്യം പ്രാഥമികമായിട്ടും. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ സഭയിൽ നമ്മൾ ജീവിതം 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 എന്ന് പറഞ്ഞിട്ട് വാക്കുകൊണ്ടില്ലാതാകുന്നത് അതൊരു പൊള്ളത്തരമായി പോകും. എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതം നിറഞ്ഞു കവിഞ്ഞ് അത് വാക്കുകളിലേക്ക് വരും. വാക്കുകളിലേക്ക് വരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഈ കപ്പ് നിറഞ്ഞൊന്നും കവിയുന്നില്ല, കപ്പ് എം ടി ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഒന്നും നിറഞ്ഞു കവിയാത്തത്. നമുക്ക് മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാനും കർത്താവിൻ്റെ സാക്ഷികളാകാനും മറ്റുള്ളവരോട് സുവിശേഷം പറയാനും മറ്റുള്ളവരെ ചർച്ചിലോട്ട് ഓഫ് കോഴ്സ് നമ്മൾ ചർച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ആരോടും നമ്മൾ പറയുന്നില്ല. എന്നാൽ ചർച്ചിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, നമ്മുടെ സഭയിലേക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കാൻ എടുത്താട്ടെ, അല്ലെങ്കിൽ ബൈബിളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ബൈബിളോ അതുപോലുള്ള പ്രയോജനമുള്ള ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയും മറ്റുള്ളവരിലേക്ക് ഈ കർത്താവിനെ വിളിച്ച് എത്തിക്കണം എന്നുള്ളൊരു ഭാരം. യു വിൽ ബി, അത് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴാണ്. അത് അല്ലാതെ നമ്മളിനി എന്തൊക്കെ നമ്മൾ തലകുത്തി മറിഞ്ഞാലും നമ്മൾ ഒരു പരിധിവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയുമ്പം നമ്മളെ ശക്തി ലഭിക്കും. യു വിൽ റിസീവ് പവർ. നമ്മൾ അതിനായിട്ട് ആ ഒരു അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഒരു അനുഭവം നമ്മൾ എത്ര പേർക്ക് അതിൻ്റെ ഒരു ഉറപ്പോടെ നമുക്കിപ്പോൾ ഞാൻ പരിശുദ്ധാത്മ നിറഞ്ഞവനാണ് എന്ന് ദൈവമുമ്പാകെ ഉറപ്പോടെ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ദൈവമുമ്പാകെ ആ ഒരു ദാഹത്തോടെ കർത്താവെ, അല്ലെങ്കിൽ അതുപോലെ ദൈവമുമ്പാകെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഓഫ് കോഴ്സ് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സൗരങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അങ്ങനെ ഒരു ചാടിത്തുള്ളി എന്തൊക്കെയോ പറയുന്ന ആ ഒരു തരത്തിലുള്ളൊരു കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് വചനപ്രകാരമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും. റോമർ 5:5 ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുന്നു എന്ന് പറയുന്നു. ഇവിടെ അപ്പോസ്തലർ 1:8 ശക്തി, യു വിൽ റിസീവ് പവർ. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പം ഒരു ആത്മീയമായിട്ടുള്ളൊരു ശക്തി നമുക്ക് പാപത്തെ ജയിക്കാനാവട്ടെ, ലോകത്തെ ജയിക്കാനാവട്ടെ, മറ്റ് മനുഷ്യരുടെ അഭിപ്രായം, ആ ഒരു നമ്മളുടെ ഒരു ടിമിഡിറ്റി, ഒരു ഭീരുത്വം, മറ്റുള്ളവരുടെ മുമ്പായിട്ട് ഞാൻ എങ്ങനെ നിന്ന് പറയും, ഞാനിവിടെ പുൾപ്പിറ്റ് വന്ന ഒരു സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ്, ആ ഭീരുത്വം, ആ ടിമിഡിറ്റി, അതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അത് പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അപ്പോൾ അപ്പം ദൈവം നമ്മളെ സഹായിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്താ നമ്മളിവിടെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം കം അപ്പോൺ യു. അതായത് നിങ്ങളുടെ ആ ഒരു ഫുൾ കൺട്രോളിങ് എടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. പരിശുദ്ധാത്മ ഉള്ളിലേക്ക് വന്ന് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് എപ്പോഴാണ് പരിശുദ്ധാത്മ നിറയുന്നതെന്ന് പറയുമ്പം പല പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കോളങ്ങളിൽ അവർ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഒരേ വാക്കിങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ഒത്തിരി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാവിടറി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് അന്യഭാഷയാണെന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിലുള്ള അന്യഭാഷ വരെ ഇന്നും ഉണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും പല ഇടങ്ങളിലുമൊക്കെ ഉള്ളതൊക്കെ ഒരു പല വ്യാജാനുകരണങ്ങളും പല ഒരു ഇമോഷണൽ കൗണ്ടർഫീറ്റും, അതായത് ഇമോഷണൽ കൗണ്ടർഫീറ്റ് എന്ന് പറഞ്ഞാൽ വൈകാരികമായ ഒരു വ്യാജ അനുകരണങ്ങളൊക്കെയാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പൊതുവായിട്ട് പലയിടങ്ങളിലുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള യഥാർത്ഥത്തിലുള്ള അന്യഭാഷാപരം ഉണ്ട്. പക്ഷേ അന്യഭാഷാപരം മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അടയാളം എന്നൊന്നും അതിനകത്തിൽ എവിടെയും പറയുന്നില്ല. അത് ഒരു പെന്തക്കോസ്ത് ദുരുപദേശമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന എനിക്ക് യഥാർത്ഥത്തിൽ അന്യഭാഷാപരമില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം, എൻ്റെ ജീവിതത്തിൻ്റെ ഫലത്തിലൂടെയും മറ്റുള്ളവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അന്യഭാഷാപരം ഉള്ള ചുരുക്കം പേർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള അന്യഭാഷാപരം ഉണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ അതെന്തോ ഭാഷ പറയുന്നതാണെന്നുള്ളൊരു ഈക്വലൻ്റായിട്ട്
പിശാച് ക്രിസ്തീയ കുലത്തെ വഞ്ചിച്ചിരിക്കുകയാണ് ഇന്ന് പലയിടത്തും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മന നിറവിൻ്റെ കാര്യങ്ങൾ പോലും അതെന്തോ ഒരു വേഗമായിട്ട് എന്തോ ഒരു കാര്യങ്ങളായിട്ട് അങ്ങ് മനുഷ്യർ അങ്ങനെ ചിന്തിച്ച് വശമായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ളൊരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിറവ് അത് ലഭിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് ജീവനുള്ള യാഗമായിട്ട് നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കുക. നമ്മൾ റോമർ 12:1-2 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ നമ്മെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും ജീവനുള്ള യാഗമായിട്ട് കർത്താവേ, എൻ്റെ നാവ്, എൻ്റെ കണ്ണുകൾ, എൻ്റെ കൈകാലുകൾ, കർത്താവേ, എൻ്റെ ഓരോ അവയവങ്ങളും, കർത്താവേ, എൻ്റെ ചെവികൾ എല്ലാം കർത്താവേ എനിക്കായിട്ട് യൂസ് ചെയ്യേണ്ട അങ്ങേക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സ്, അതായത് എൻ്റെ ബുദ്ധി എല്ലാം കർത്താവേ, എൻ്റെ ശരീരം സമ്പൂർണ്ണമായിട്ട് അങ്ങ് പ്രത്യേകമായിട്ട് കർത്താവേ ഞാൻ അൾത്താരയിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദാഹത്തോടെ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവിന് അതുപോലെ നമ്മളങ്ങ് ഓപ്പണപ്പ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ വിശ്വാസത്തോടെ നമ്മളങ്ങ് ഓപ്പണപ്പ് ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും. നമുക്ക് പാപത്തെ ജയിക്കാനാവട്ടെ, ഈ ഒരു ഭീരുത്വത്തെയും മറ്റ് മനുഷ്യമാനം തേടുന്നതോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല കാര്യങ്ങളെയൊക്കെ ജയിക്കാനുള്ളൊരു ശക്തി, അതാ ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഓടിച്ചാടി എന്തോ പുൽപ്പറ്റ് തകർത്ത് എന്തോ ചാടിത്തുള്ളാനുള്ള ശക്തി എന്നുള്ളതല്ല. അത് അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെയുള്ള ശക്തികൾ ലോകത്തിലെ മനുഷ്യർക്കുണ്ട്. എന്നാൽ ആ ഒരു കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ, ആ സാക്ഷി എന്നുള്ള വാക്ക് തന്നെ മാർത്തൂസ് എന്നുള്ള ഒരു പദമാണ്. വിറ്റ്നസ് എന്നുള്ള ആ ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്കിലാണല്ലോ ഒറിജിനലായിട്ട് ഇത് എഴുതിയിട്ടുള്ളത്, മാർത്തൂസ്. ആ മാർത്തൂസ് എന്നുള്ള പദം അതിൽ നിന്നാണ് മാർട്ടിയർ എന്ന് പറഞ്ഞാൽ എന്താ, രക്തസാക്ഷി എന്നുള്ള ഇംഗ്ലീഷ് പദം തന്നെ ആ മാർത്തൂസ് എന്നുള്ള പദത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം സാക്ഷികളാകുമെന്ന് പറയുമ്പം അവിടെ രക്തസാക്ഷിത്വം, അവിടെ ഒരു മരണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഒരു സ്വയം അതാണ് ഇതിനൊരു തടസ്സമായിട്ടെന്നുള്ളത്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ചില പ്രയോറിറ്റികളും കാര്യങ്ങളുമൊക്കെ അവിടെ കർത്താവ് എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടമാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആ സ്വയത്തിന് ഞാനങ്ങ് മരിക്കുവാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് എവിടെയാണോ ആ സ്വയജീവനെ നമ്മൾ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അവിടെ സമർപ്പിക്കുന്നത്. നമ്മളുടെ നാവിൻ്റെ സ്വന്തം ഇഷ്ടത്തെ, നമ്മുടെ കണ്ണിൻ്റെ സ്വന്തം ഇഷ്ടത്തെ, നമ്മളുടെ കൈകാലുകളുടെ സ്വന്തം ഇഷ്ടത്തെ, നമ്മളുടെ മനസ്സിൻ്റെ സ്വന്തം ഇഷ്ടത്തെയൊക്കെ കർത്താവ് ഇനി എനിക്കായിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആ ഒരു സറണ്ടർ, യഥാർത്ഥത്തിലുള്ള ഒരു സമർപ്പണത്തിലെ യഥാർത്ഥത്തിലുള്ളൊരു ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകത്തുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കുറേ പാട്ട് കേട്ട് ചാടിത്തുള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണലായിട്ട് ഉള്ള ഒരു, അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര അതുപോലെയൊക്കെയുള്ള ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഉള്ള നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തോന്നലുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ എവിടെ യഥാർത്ഥത്തിലുള്ളൊരു സമർപ്പണം, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തിൻ്റെ ഒരു സമർപ്പണം എവിടെ ഉണ്ടോ അവിടെ യഥാർത്ഥത്തിലുള്ളൊരു ആത്മനിറവുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ പല പെന്തക്കോസ്ത് കരിസ്മാറ്റിക് ഗോളങ്ങളിലൊക്കെ ഉള്ള ഒരു ആത്മനിറവ് നമ്മൾക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസമില്ല, എന്നാൽ അവർ ഇതുപോലെ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എക്സ്ട്രീമായിട്ട് വേറെ ബാപ്റ്റിസ്റ്റ് ബ്രദറും സഹോദരങ്ങളും അങ്ങനെയൊക്കെയുള്ള ലോക്കൽ ചർച്ച് അങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളൊക്കെ ഇതിൻ്റെ ഒരു ഊന്നലയെ അങ്ങ് നിർത്തിക്കളഞ്ഞ് അവരിതെല്ലാം അങ്ങ് ഓൾറെഡി പരിശുദ്ധാത്മാവ് അതെല്ലാം അങ്ങ് നിറവെല്ലാം വന്നു കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടപ്പോഴേ പിന്നെ കൂടുതലായിട്ടും വേറൊരു എക്സ്പീരിയൻസിന് ആവശ്യമില്ലെന്ന് പറയുന്ന വേറൊരു എക്സ്ട്രീമിലോട്ട് ഒരു പെൻഡുലമൈറ്റിസ് എന്ന് നമ്മൾ സാഗ്വേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡുലം ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റൊരു എക്സ്ട്രീമിലോട്ട് പോകുന്നെന്ന് പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കുളങ്ങളിൽ ആ ഒരു എക്സ്ട്രീം ആണെങ്കിൽ ഇവിടെ വേറൊരു എക്സ്ട്രീമിലോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവേ അതൊക്കെ ഓൾറെഡി ഉണ്ട്, ഇപ്പം വരങ്ങളൊക്കെ നിന്നുപോയി എന്ന് പറയുന്നൊരു തലത്തിലേക്ക്. എന്നാൽ നമ്മുടെ CFC ചർച്ചസിൽ നമ്മളൊരു ബാലൻസ്, ദൈവവചനത്തിൻ്റെ ഒരു ബാലൻസ്, സമീകൃത ആഹാരം എന്ന് പറഞ്ഞ പോലെ ഒരു ബാലൻസിൽ സന്തുലിതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതുമല്ല ഇതുമല്ല, മറിച്ച് ദൈവവചനത്തിൽ എന്താ പറയുന്നത്, വചനത്തിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, സ്നേഹം നിങ്ങളിൽ നിറയും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞ് 9 കാര്യങ്ങൾ നമ്മൾ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ സാക്ഷികളാകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-8 പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിൽ നമ്മൾ ആയിരിക്കുന്ന നമ്മളുടെ വീട്ടിൽ, യെരുശലേം യഹൂദിയ എന്ന് പറഞ്ഞാൽ യെരുശലേം നിൽക്കുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റാണ് യഹൂദിയയുടെ അടുത്ത ഡിസ്ട്രിക്റ്റാണ് ശമരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം രാമപുരത്തും
ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുന്നത് പോലെ. മനസ്സിലായോ? യെരുശലേം അത് നിൽക്കുന്ന യഹൂദിയ ഡിസ്ട്രിക്റ്റ്, രാമപുരം നിൽക്കുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, പിന്നെ അതിൻ്റെ അടുത്ത ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കൊല്ലം ഡിസ്ട്രിക്റ്റോ പത്തനംതിട്ടയോ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. എന്ന് വെച്ചാൽ ഒരു കപ്പ് നിറഞ്ഞു കവിയുമ്പം ആദ്യം ചെന്ന് അയൽവക്കത്തേക്കാണ് നിറഞ്ഞു കവിയുന്നത്. ആദ്യം ഉള്ളിടത്തേക്ക് നമ്മളുടെ അത് കപ്പിന് ചുറ്റുമാണ് നിറഞ്ഞു കവിയുന്നത്. അതിന് ശേഷമാണ് അത് കോൺസെൻട്രിക് സർക്കിൾ, അത് വർദ്ധിക്കുന്ന ഒരു വൃത്തം പോലെ അത് അയൽവക്കത്തുകാരോട് നമ്മുടെ ജോലി സ്ഥലത്ത് അങ്ങനെ അത് അതിൻ്റെ സർക്കിള് കർത്താവ് എക്സ്പാൻഡ് ചെയ്യുന്നിടത്തോളം. പിന്നെ ഒരു പക്ഷേ നമ്മളുടെ യൂട്യൂബിലോ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ വേറെ ഭൂമിയുടെ അറ്റത്തുള്ള ആൾക്കാർക്ക് ചിലർക്കൊരു ബ്ലെസ്സിങ് കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ കർത്താവിൻ്റെ സാക്ഷികളാകുന്ന ഒരു അതിനുവേണ്ടിയുള്ളൊരു കർത്താവ് ഞാൻ വീണ്ടും വണ്ണം അവിടുത്തെ ഒരു സാക്ഷിയാണോ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് എന്നെ കാണുന്നവന് എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ 14:9 കർത്താവ് ഫിലിപ്പോസിനെ നോക്കി പറയുമ്പം കർത്താവാണ് യഥാർത്ഥത്തിലുള്ള സാക്ഷി. കർത്താവിൻ്റെ ഒരു പേരായിട്ട് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്കൊന്ന് വരുവാണെങ്കിൽ അവിടെ യേശുവിൻ്റെ പല നാമധേയങ്ങൾ നമ്മൾ ടൈറ്റിൽസ് കാണുന്നുണ്ട്. അവിടെ പറയുന്ന അവിടെ ലവുദിക്യ സഭ അല്ലെങ്കിൽ ലവുദിക്യ സഭയോട് പറയുമ്പം, ആ സഭയുടെ ദൂതനോട് പറയുമ്പം വെളിപാട് 3-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ ലവുദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. സത്യവാനുമായ സാക്ഷി, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, അതാ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ്. യേശുവിനെ കുറിച്ച് പറയുന്നത് കർത്താവ് വിശ്വസ്തനായ സാക്ഷിയാണ്, സത്യവാനായ സാക്ഷിയാണ്. കർത്താവ് പിതാവിനെ സാക്ഷീകരിച്ച് കർത്താവ് സാക്ഷിയാണെന്ന് പറയുമ്പം യേശു പിതാവിനെ വെളിപ്പെടുത്തി. നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ നമ്മളെ കണ്ടവർക്ക് യേശുവിനെ ഒരു പരിധിയില്ലെങ്കിൽ നമ്മളാരും പൂർണ്ണരല്ല. സഭ ഒട്ടുകയാണ്, സഭ ഒന്നാകെയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ടായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം സഭ മൊത്തവും കൂടാണ്. നമ്മൾ ഓഫ്കോഴ്സ് സഭയിൽ ഒരു ചെറിയ അവയവം മാത്രമാണ്. അപ്പോൾ നമ്മളെ കാണുന്നവർക്ക് യേശുവിനെ മൊത്തമായിട്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് അങ്ങനെ പറയാൻ ഒരിക്കലും പറ്റില്ല. നമ്മളെല്ലാവരും അപൂർണരാണ്. എന്നാൽ വർദ്ധമാനമായ അളവിൽ, വർദ്ധിക്കുന്ന ഒരളവിൽ യേശുവിനെ മറ്റുള്ളവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ, നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നമുക്ക് ചോദിക്കാം, കഴിഞ്ഞ വർഷത്തേക്കാളും അധികമായിട്ട് എന്നിൽ യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ആരും കേൾക്കാതെ ചോദിച്ചു. അപ്പോൾ സത്യം പറയും, ഭാര്യയോട് ചോദിക്കാം, ഭർത്താവിനോട് ചോദിക്കാം, മക്കളോട് ചോദിക്കാം, അച്ഛൻ കൂടുതൽ ക്രൈസ്റ്റ്-ലൈക്ക് ആയോ? കഴിഞ്ഞ വർഷത്തേക്കായിട്ട് അമ്മ കൂടുതൽ ഹമ്പിളായിട്ടുണ്ടോ? കൂടുതൽ താഴ്മയുണ്ടോ? കൂടുതൽ ക്രിസ്തുവിനെ പോലാണോ? അല്ലെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കും. നമുക്ക് ആ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളങ്ങ് ആത്മീയരായി തീർന്നു നമ്മൾ വിചാരിക്കുന്ന. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് പിന്നെ നമ്മളെ വാക്കുകളുണ്ട്. നമ്മൾ ആദ്യം എടുത്ത ആ വാക്യത്തിലേക്ക് വരുമ്പം മത്തായി 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ആദ്യം ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂമിയുടെ ഉപ്പെന്ന് പറയുമ്പോൾ അത് ഹിഡനാ. ഒരു ഗ്ലാസ്സിനകത്ത് ഉപ്പ് വെള്ളം ഉണ്ടെങ്കിൽ ഉപ്പ് നമ്മൾ കാണുന്നില്ല. അത് വളരെ ഹിഡനായിട്ടുള്ളൊരു പ്രസൻസ്, വളരെ മറഞ്ഞിരിക്കുന്ന ഒരു ഫ്ലേവർ, ഒരു രുചി വരുത്തുന്ന ഒരു കാര്യമായിട്ട് ഉപ്പ്. എന്നാൽ അതോടൊപ്പം തന്നെ അത് മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചം ഇവിടെ ബൾബ് ഇടുവാണെങ്കിൽ ഇതിൻ്റെ ആ ഷെയ്ഡിൻ്റെ ഒക്കെ അടിയിൽ കൊണ്ടുപോയി ബൾബിട്ട് എന്തോരും കാണും വെളിച്ചം. ഓഫ്കോഴ്സ് ഇന്ന് ഈ പ്രൊഫൈൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ലൈറ്റുകളൊക്കെ ഉണ്ട്. അവർ ഷെയ്ഡൊക്കെ വരാൻ വേണ്ടി പലതരത്തിൽ ഇതിൻ്റെയൊക്കെ അടിയിലൊക്കെ കൊണ്ടുപോയി ലൈറ്റ് വെക്കുന്നതുണ്ട്. എന്നാൽ നമുക്ക് വായിക്കാനുള്ള വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മേലിൽ നോക്കുക, അവിടെ ബൾബ് വെച്ചേക്കുന്നത് എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മൾ അതുപോലൊരു പബ്ലിക് വിറ്റ്നസ്സായിട്ട്, കർത്താവിൻ്റെ ഒരു രഹസ്യ സാക്ഷിയല്ല, പരസ്യ സാക്ഷിയായിട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ അവസാനം എതിർ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സിനെ കുറിച്ച് പറയുമ്പം അവർക്ക് ഒന്നുകിൽ നെറ്റിമേൽ മൃഗത്തിൻ്റെ അടയാളം എടുക്കാം, 666 മുദ്ര എടുക്കാം, അല്ലെങ്കിൽ കൈത്തണ്ടയിലും എടുക്കാം, വലത് കൈത്തണ്ടയിലും എടുക്കാം. എന്നുവെച്ചാൽ പബ്ലിക്കായിട്ടോ പൊതുവായിട്ടോ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ എതിർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സാക്ഷികളെക്കുറിച്ച് അതിൻ്റെ തൊട്ടടുത്ത് 14-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 144,000 പേര് എവിടെ? അവർ സിയോൻ മലയിൽ കുഞ്ഞാടിൻ്റെ കൂടെ നെറ്റിയിൽ പിതാവിൻ്റെയും യേശുവിൻ്റെയും പേര് എഴുതിയിട്ടുള്ളവരായിട്ട് നമ്മളവിടെ വെളിപാട് 14-ന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. വെച്ചാൽ അവർക്ക് അവിടെ വേറെ പ്രൈവറ്റ് ഫോളോവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല.
യേശുവിൻ്റെ മക്കൾക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ഒന്നുകിൽ പരസ്യമായിട്ടുള്ളൊരു സാക്ഷി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാക്ഷിയേ അല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് നമ്മളിവിടെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം. ആ മലമേലിരിക്കുന്ന പട്ടണം, ആ മലമേൽ വന്നിറങ്ങിയ പട്ടണത്തെക്കുറിച്ച് നമ്മൾ അത് സഭയാണെന്ന് വെളിപാട് 21-10 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് സഭയാണ് ഈ മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം. നമ്മളെല്ലാവരും ആ പട്ടണത്തിൻ്റെ ഒരു ഭാഗമായി തീരണം. കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സഭ. അതുകൊണ്ട് നമ്മളുടെ മെസ്സേജസ് നമ്മൾ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ബാക്കി പല ഇടങ്ങളിലും നമ്മൾ ഷെയർ ചെയ്യാനും പലരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ നമ്മൾ നോക്കുന്നത് എന്താ, നമ്മളെന്തോ വലിയ ആളാണെന്ന് അറിയിക്കാനല്ല, മറിച്ച് ഈ സന്ദേശം പലയിടങ്ങളിലേക്ക് എത്തണം. അതിനുവേണ്ടി അതാ നമ്മൾ വെളിപാട് 21-10 വാക്യം വായിക്കുവാണെങ്കിൽ, അവൻ എന്നെ, യോഹന്നാൻ അപ്പോസ്തലൻ പറയും, ആത്മവ്യവസ്ഥതയിൽ പരിശുദ്ധാത്മാവിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ദൈവ തേജസ്സുള്ളതായിട്ട് ഇറങ്ങുന്ന ഒരു വിശുദ്ധ നഗരം, ദൈവ തേജസ്സുള്ളതായി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് യെരുശലേം എന്ന വിശുദ്ധ നഗരം, ഹോളി സിറ്റി. ആ ഒരു ബാബിലോണിനെ കുറിച്ച് പറയുന്ന ഗ്രേറ്റ് സിറ്റി, മഹതിയായിട്ടുള്ള ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെളിപാട് 21-10 വെളിപാട് 21-10 ബാബിലോണിനെ കുറിച്ച് മഹതിയായ ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് ഹോളി സിറ്റി എന്നുള്ളതാണ്. ബാബിലോൺ 7 മലകളുടെ മേൽ, റോം എന്നുള്ള 7 മലകളുടെ മേൽ ഇരിക്കുന്ന വേശ്യയാണ് ഈ ബാബിലോൺ, വ്യാജസഭ എന്ന് 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 17-9 വലിയൊരു സെറ്റപ്പൊക്കെ ആയിട്ട് 7 മലകളുടെ മേൽ നിൽക്കുന്ന മഹതിയായിട്ടുള്ള ബാബിലോൺ എന്ന് വെച്ചാൽ യേശുവിൻ്റെ പേരൊക്കെ എടുത്ത് എന്നാൽ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു മഹതിയായിട്ടുള്ളൊരു ബാബിലോൺ. അതൊരു വ്യാജസഭ. അത് ലോകപ്രകാരമുള്ള പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതാണ് അതിൻ്റെ അജണ്ട. ലോകത്തോടുള്ള ചങ്ങാത്തം, അതാ ആത്മീയ വ്യഭിചാരം എന്നൊക്കെ യാക്കോബ് 4:4 വായിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതാ വ്യാജസഭ ബാബിലോൺ. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ നഗരമായിട്ടുള്ള കർത്താവ് പണിയുന്ന സഭ അത് ഒരു വൻമലയുടെ മേൽ നിൽക്കുന്ന ഒരു കാര്യം. ആ വൻമലയുടെ മേൽ നിൽക്കുന്ന, മലമേൽ വെച്ചിരിക്കുന്ന പട്ടണത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ മത്തായി 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൻ കീഴില്ല, തണ്ടിന്മേൽ എത്രയും വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതുപോലെ ഞാനൊരു 11 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളെ സാക്ഷികളാകുന്നതിന് തടസ്സമായിട്ടുള്ള 11 കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാണെങ്കിൽ അതിലും കൂടുതൽ കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒക്കെ ഇനിയും പല തടസ്സങ്ങൾ കാണും. നമ്മൾ കർത്താവിൻ്റെ സാക്ഷി മറ്റുള്ളവരുടെ മുമ്പാകെ, നമ്മുടെ കോളേജിൽ, നമ്മളുടെ സ്കൂളിൽ, നമ്മളുടെ ഓഫീസിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മൾ കണ്ടുമുട്ടുന്നവരോടൊക്കെ കർത്താവിനെക്കുറിച്ച് പറയാൻ ഒരവസരം, ഇപ്പോൾ എല്ലാവരോടും ചെന്ന് നമുക്ക് കർത്താവിനെ കുറിച്ച് അങ്ങ് പറയാനുള്ളൊരു അവസരമില്ല. അത് പലർക്കും അത് ഓക്വേർഡായിട്ട് തോന്നും. ആരും അത് റിസെപ്റ്റീവ് അല്ലാത്തവരോട് നമ്മൾ ഒരു കേൾക്കുവാനൊരു മനസ്സില്ലാത്തവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞ് അതൊരു ഒരു രീതിയിലല്ല, മറിച്ച് നമുക്ക് ദൈവം ഒരു അവസരം തരുന്നു. ഇപ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കാനൊരു അവസരം, നമ്മളൊരു കടയിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഞാൻ പലപ്പോഴും നമ്മൾ കാറിനകത്തോ നേരത്തെയൊക്കെ പോക്കറ്റിലുമൊക്കെ ട്രാക്റ്റുകൾ കീപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ആരെങ്കിലും ഒക്കെ സംസാരിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കാനോ, അത് എപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അവരത് നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എങ്കിലും നമുക്കുള്ളൊരു അവസരം, ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ ചിലയിടത്തു നിന്ന് വീണ്ടും പെട്രോൾ അടിക്കുമ്പോൾ അവർ, ഡോക്ടർ ഓൾറെഡി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറയും, ഓൾറെഡി ഇത് ഉണ്ടെന്ന് പറയും. പിന്നെ ഞാൻ വേറൊരു സത്യം, എനിക്കാരും ഇല്ല ട്രാക്റ്റ് ഓൾറെഡി കൊടുത്തിട്ടാണെങ്കിൽ ഇന്ന് സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് വായിക്കാൻ വെച്ച്. അപ്പോൾ അങ്ങനെയുള്ള ട്രാക്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അതുപോലെ ഇപ്പം ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചില വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്നു. അപ്പോൾ അവരോട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട്, പക്ഷേ നമുക്ക് അവിടെ യേശു കർത്താവിൻ്റെ ഒരു വാക്ക് പറയാനോ, കർത്താവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ വല്ലാതെ നിരാശയുടെയും അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പറയുമ്പം അവിടെ യേശുവിനെക്കുറിച്ച് അവരോട് പറയാൻ നമ്മുടെ നാവിനൊരു കെട്ടുണ്ടോ? അയ്യോ, ഞാൻ യേശുവിൻ്റെ ഒരു പൈതലാണ്, യേശുവിൻ്റെ ഒരു മകനാണ്, മകളാണെന്ന് മറ്റുള്ളവർ അറിയുന്നതിൽ നമുക്കൊരു ജാള്യതയുണ്ട്. ബാക്കി ചിലർ ഇവരൊക്കെ അറിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഇന്ന ആൾക്കാരൊക്കെ അറിഞ്ഞാൽ അവരെ കളിയാക്കുമായിരിക്കും, അവരെ ഇരട്ടപ്പേര് വിളിക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല തടസ്സങ്ങൾ, അല്ലേ? അപ്പോൾ ഞാൻ പല തടസ്സങ്ങളിൽ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ, ഒന്ന്
നമ്മുടെ ആങ്സൈറ്റി, ഫിയർ, ഷൈനസ് എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്കണ്ഠ, പേടി, നാണം, ഒരു ഭീരുത്വം. അതായത് എനിക്ക് പറയാൻ തുടങ്ങിയാൽ ഇനി വാക്ക് കിട്ടുമോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുളമാവുമോ, മറ്റുള്ളവർ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുന്നൊരു കാര്യം. അപ്പം എല്ലാത്തിനും ഉത്തരം എന്താ, നമ്മെ തന്നെ നമ്മുടെ ആ സ്വന്തം നമ്മുടെ ജഡത്തിൽ നിന്നാണ്. ആ 11 പോയിന്റ്സ് നമ്മൾ സാക്ഷികളാകുന്നതിന് 11 നമ്മളെ കർത്താവിൻ്റെ സാക്ഷികളാകാൻ തടസ്സപ്പെടുത്തുന്നതിന് 11 കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ 11ാമത്തെ കാര്യം ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്വയം ജഡം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ആ എല്ലാത്തിൻ്റെ ആ ഒരു റൂട്ട് കോസ് അതാ. അപ്പം ഈ ആങ്സൈറ്റിയും ഷൈനസ്സും ഫിയറും എല്ലാം എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയും പേടിയും നാണവും, അങ്ങനെ ഒരു ജാള്യത, ഒരു ചമ്മല്, ഞാൻ മുമ്പിൽ വന്ന് നിന്ന് ഇപ്പം നമുക്കിപ്പം ഈവൻ ഈ ഒരു മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, മറിച്ച് ഇപ്പം സഭയിൽ മുമ്പിൽ വന്നൊരു സാക്ഷ്യം പറയാൻ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ ഇപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ഈവൻ സെക്കുലറായിട്ടുള്ള ഒരിടത്ത് തന്നെ നമുക്കിപ്പോൾ ഒരു 4 ആളെ ഫേസ് ചെയ്ത് എന്തെങ്കിലും പറയാനുള്ള ഒരു അയ്യോ അവരെന്ത് വിചാരിക്കും, എനിക്ക് വാക്ക് കിട്ടാതെ വരുമോ, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താ, മനുഷ്യമാനം തേടുന്നതാണ്. അവരെന്ത് വിചാരിക്കും എന്നല്ല, അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ നിന്നുള്ള ഒരു അത് മനുഷ്യമാനം, ഫിയർ ഓഫ് മാൻ. അത് ഫിയർ ഓഫ് മാൻ ബ്രിങ്സ് എ സ്നെയർ. നമ്മൾ ആ വാക്യം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, സദൃശവാക്യം 29-ന്റെ 25-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് മനുഷ്യഭയം ഒരു കെണിയാകുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ സദൃശവാക്യം 29-ന്റെ 25-ാമത്തെ വാക്യത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ എന്താ നമ്മൾ വായിക്കുന്നത്, മാനുഷ്യഭയം ഒരു കെണിയാകുന്നു. മറ്റു മനുഷ്യരെ അവരെന്ത് ചെയ്യും, അവർ എന്നെ എതിർക്കുമോ, ഇതാണോ എന്നൊക്കെയുള്ള അതൊരു കെണിയാണ്. എടുത്തോ വാക്യം, സദൃശവാക്യം 29-ന്റെ 25-ാമത്തെ വാക്യം. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും ആ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷി ഒരു വലയിൽ അകപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുക, അതിന് പറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഒരു കെണിയാണ് മനുഷ്യഭയം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ രക്ഷ പ്രാപിക്കും എന്നുള്ള ആ വാക്ക് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സഗാബ് എന്ന് പറഞ്ഞൊരു എബ്രായ പദവ എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കുന്നുള്ള കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അവൻ ഉയരത്തിൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ പക്ഷിയെ പോലെ ചിറകടിച്ച് പറക്കും എന്നുള്ളത്. ഹി വിൽ ബി എക്സോൾട്ടഡ് എന്ന NASB ട്രാൻസ്ലേറ്റ് ചെയ്തുള്ളത് ടു ബി ഹൈ, ടു ബി ഇനാക്സസിബിളി ഹൈ, ടു ബി ടു ഹൈ ഫോർ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ അങ്ങ് അവന് ഉയരത്തിലായിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, മറ്റേ ആൾ മനുഷ്യനെ പേടിക്കുന്ന ആൾ ഈ കെണിയിൽ അകപ്പെട്ട പക്ഷി കെണിയിൽ അകപ്പെട്ട് കിടക്കുക. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ, അതായത് നമ്മളുടെ സ്വയത്തിലല്ല, കർത്താവെ എനിക്ക് അവിടുത്തെ ശക്തി വേണം. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ഉയരത്തിലായിരിക്കും. നമ്മൾ കഴുകനെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരുമെന്നൊക്കെ യെശയ്യാവ് 40-31 നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പോൾ ആ ഒരു കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമുണ്ട്. എന്താ, ഭീരുത്വത്തിന് ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എവിടെ പറയുന്നത് 2 തിമോത്തിയോസ് 1-ാം 7-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? തിമോത്തിയോസ്, ചെറുപ്പക്കാരനായ തിമോത്തിയോസിനോട് പൗലോസ് പറയുക, തിമോത്തിയോസിന് കുറച്ചൊരു ഈ ഒരു ചമ്മലും നാണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് എന്താ, 2 തിമോത്തിയോസ്, പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമായിട്ട് 2 തിമോത്തിയോസ് തന്നെ അതിൻ്റെ 1-ാം 7-ാമത്തെ വാക്യത്തിൽ എങ്ങനെയുള്ള ഒരു ആത്മാവല്ല പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയുള്ള ആത്മാവല്ല അവൻ. 2 തിമോത്തിയോസ് 1-7, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ശക്തിയുടെ ഒരു ആത്മാവാണ്. പവർ, ലവ് ആൻഡ് ഡിസിപ്ലിൻ. നമുക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുമെന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-8 നമ്മൾ വായിച്ചതുപോലെ ശക്തിയുടെ ഒരു ആത്മാവാണ്. പിന്നെന്താ, സുബോധത്തിൻ്റെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്. അപ്പം ആ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ്. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, മറിച്ച് ഇപ്പം നമുക്ക് മുമ്പിൽ വന്ന് എന്തെങ്കിലും പറയാനോ എന്നെ വിളിക്കണ്ടയോ എന്നെ പിന്നെയും വിളിക്കല്ലേ എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു ശക്തിയുടെ, സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ആത്മാവ്. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവ് ആകുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അങ്ങ് നിറയ്ക്കണമേ. ആ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ആ ആത്മാവ് നമ്മളുടെ കൺട്രോൾ ഏറ്റെടുക്കണം എങ്കിൽ നമ്മൾ നമ്മെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളങ്ങ്
യുനോ പത്രോസ് വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വാ തുറക്കണം. ഞാൻ ചിലപ്പം മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാൻ പ്രയാസമുള്ള സഹോദരങ്ങളോട് പറയും, നിങ്ങൾ വന്ന് യേശു ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ടെല്ലാം നന്ദി എന്നുള്ള ഒറ്റ വാക്യം പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട. അങ്ങ് വാ തുറന്നാൽ മതി. വാ തുറന്നാൽ പിന്നെ ബാക്കി വന്നോളൂ. നമ്മൾ ആ അപ്പോസ്തല 10 ആ വാക്യം എടുക്കണോ, അവിടെ നമ്മൾ ആയിരിക്കും വാ തുറക്കാതെ പിന്നെ അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പം അതിന് പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും പറയാനുള്ളൊരു ഒരു ഭാരം കാണും. എന്നാൽ നമ്മൾ വാ തുറക്കുമ്പോഴാണ് ദൈവം ആ അട്രൻസസ് തരുന്നത്. നമ്മൾ വാ തുറക്കാതെ അടച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അത് നമ്മൾ അപ്പോസ്തല 10 അധ്യായത്തിന് 34 വാക്യത്തില്ല. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. വാ തുറന്ന് കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ വാ തുറന്ന് പത്രോസ് തന്നെ ഈ കൊർന്നേലിയസിൻ്റെ ഭവനക്കാരെല്ലാം കണ്ട്, യഹൂദന്മാരല്ല ഇവരെല്ലാം, ഇവരോട് കർത്താവ് വന്ന് ദർശനത്തിലൊക്കെ വന്ന് കാണിച്ച് പറയാൻ തുടങ്ങുക. എന്താ പറയണ്ടേ എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പറയണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പത്രോസിനൊരു അത്ര ഒരു വ്യക്തത ഒരുപക്ഷെ കാണില്ലായിരിക്കും. എന്നാൽ വാ തുറന്ന് അങ്ങ് പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങ് വാ തുറന്ന് അങ്ങ് പറയുമ്പോഴത്തേക്കും ദൈവം അങ്ങ് അടുത്ത വാക്കുകൾ തന്നോളും. അത് എനിക്ക് എപ്പോഴും എൻ്റെ അനുഭവമാണ്. പല കാര്യങ്ങളിലും പല മീറ്റിംഗ് എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പക്ഷേ ദൈവം തന്നെ വാക്കുകൾ അങ്ങ് തരുന്നതും അത് ഭയങ്കര അതൊരു ദൈവത്തിൻ്റെ ഒരു എനേബിളിങ്. ഇത് 8:35 ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 8 അധ്യായത്തിൻ്റെ 35 വാക്യത്തിൽ ഫിലിപ്പിനെ കുറിച്ച് പറയുന്നത്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അത് മലയാളത്തിൽ ആ വാതർ എന്നുള്ള വാക്യം ഞാൻ വന്നില്ല. ഇംഗ്ലീഷിലെ ഫിലിപ്പ് ഓപ്പൺഡ് ഹിസ് മൗത്ത് ആൻഡ് ബിഗിനിങ് ഫ്രം ദി സ്ക്രിപ്ചർ. ഫിലിപ്പ് ഓപ്പൺഡ് ഹിസ് മൗത്ത് എന്ന് പറഞ്ഞാൽ അവിടെ 8:35 പറയുന്ന ഒരു കാര്യം. ഈവൻ എഫേസർ 6:19 വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് പറയുക, പൗലോസ് നമ്മൾ വിചാരിക്കുമോ പൗലോസിൻ്റെ പ്രസംഗത്തിന് വേണ്ടി ആരോടും പ്രാർത്ഥിക്കാനെന്ന് പറയേണ്ട കാര്യമില്ല, പൗലോസ് അത്ര വലിയ പ്രസംഗ വീരനല്ലേ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ പൗലോസ് പറയുക 6 അധ്യായം എഫേസർ 6 അധ്യായത്തിൻ്റെ 19 വാക്യം, ഞാൻ ചെങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടുമെണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഞാൻ വാ തുറക്കുമ്പോൾ ശരിയാണ്, വചനം നമുക്ക് ഹൃദയത്തിൽ ദൈവം തരും, ഇന്ന പോയിന്റ്സ് പറയണം, ഇന്ന കാര്യങ്ങൾ പറയണം. എന്നാൽ വാ തുറക്കുമ്പോൾ കർത്താവിൻ്റെ അരുളപ്പാടായിട്ട് ആ വാക്കുകൾ വരേണ്ടതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വാ തുറക്കാതെ ഞാൻ വാ മൂടി വെച്ചിരിക്കും, എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് വന്ന് എന്തെങ്കിലും പറയാനൊക്കെ അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, അങ്ങനെ അല്ല. നമ്മൾ വാ തുറന്നാൽ മതി. വാ തുറക്കുന്നതിനാണ് ബുദ്ധിമുട്ട്. ആ വായുടെ കെട്ട് കർത്താവ് ടെമ്പറോ മാൻഡിബുലർ ജോയിൻ്റ് ഒന്ന് തുറക്കണം. കർത്താവ് തുറക്കത്തില്ല, കർത്താവ് പരിശുദ്ധാത്മ പ്രേരണ തരും, നമ്മൾ തുറക്കണം. പൊട്ടുവായിടാൻ വേണ്ടി തുറക്കുന്നതല്ല, മറിച്ച് കർത്താവിനെ ഉയർത്താൻ വേണ്ടി ആ വാ തുറക്കണം. അപ്പം അതാ നമ്മളിപ്പോൾ നമ്മൾ ഈ 1ാമത്തെ പോയിന്റ് കണ്ടു, ആങ്സൈറ്റി, ആ ഉത്കണ്ഠ, ഭയം, ഭീരുത്വം, അങ്ങനെയൊക്കെയുള്ളത്. 2 തിമോഥെയോസ് 1:7 വായിച്ചു, സദൃശവാക്യം 29:25 കണ്ടു. പിന്നെ 1 യോഹന്നാൻ 4:18 നമുക്ക് എല്ലാം കൂടി എടുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയും. നമുക്ക് പലർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് എഴുതിയെടുത്ത് എപ്പോഴും സഭയിൽ വരുമ്പം ബൈബിളും ഒരു നോട്ട്ബുക്കും കൊണ്ടുവരണം. ചന്തയിൽ പോകുമ്പോൾ സഞ്ചി കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇപ്പോൾ പിന്നെ സഞ്ചി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ പ്ലാസ്റ്റിക് കൂടെ തരുന്നത്, പ്ലാസ്റ്റിക് നിരോധനമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു കടയിൽ പോകുമ്പോൾ സഞ്ചി കൊണ്ടുപോകണം എന്ന് പറയുന്നത് പോലെ നമ്മൾ സഭയിൽ വരുമ്പോൾ ഒരു ബൈബിളും ഒരു ചെറിയ നോട്ട്ബുക്ക്, ഒരു 80 പേജിൻ്റെയോ ഒരു ചെറിയൊരു നോട്ട്ബുക്ക്, ഒരു പേന കൊണ്ടുവരണം. നമ്മുടെ ആ വചനങ്ങൾ എഴുതിയെടുക്കണം. അത് വീട്ടിൽ കൊണ്ടുപോയി നമ്മളത് നോക്കണം. അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ കൊണ്ടുവരാൻ നിവർത്തിയില്ലെങ്കിൽ നമ്മളത് ഇവിടുന്ന് തരും. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെ നിവർത്തിയില്ലാത്ത ആരും നമ്മളില്ല, നമുക്കറിയാം. അപ്പം ഞാൻ പറയും. അപ്പം സദൃശവാക്യം 29:25 നമ്മൾ കണ്ടു. 1 യോഹന്നാൻ 4:18 എന്താ പറയുന്നത്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബിരുദത്തിൻ്റെ ആത്മാവല്ലാത്ത ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ നമ്മളുടെ ഭയം മാത്രമല്ല, എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നമ്മളുടെ ആത്മാവിലേക്ക്, നമ്മളുടെ ആത്മാവിനെ ദേഹിയെ ഒരു കപ്പിനോട് ഉപമിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളുടെ ദേഹിയുടെ തലത്തിൽ ആ ഭയവും കാര്യങ്ങളുമൊക്കെ, അങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന ചിന്തകളും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുമൊക്കെ ആത്മാവിൽ പരിശുദ്ധാത്മാവായിരിക്കുന്നു. ദേഹിയിലാണ് നമ്മളുടെ ചിന്തകളിലും വികാരങ്ങളിലും ഒക്കെ ആ വെപ്രാളവും ടെൻഷനും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെ വരുന്നത്. എന്നാൽ
നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ, സ്വന്തം ഇഷ്ടമാകുന്ന ജഡമാകുന്ന ആ തിരശ്ശീലയെ കർത്താവിൻ്റെ മുമ്പാകെ അങ്ങ്, കർത്താവിൻ്റെ വചനമാകുന്ന വാളിൻ്റെ മുമ്പാകെ അങ്ങ് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിൽ വന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലേക്കും വന്ന് അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ദേഹിയിലുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഈ ഭയത്തെയൊക്കെ അങ്ങ് ഫ്ലഷ് ഔട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ഒരു കപ്പ് എം ടി ആണെങ്കിൽ അതിനകത്ത് എയറുണ്ട്, അതിനകത്ത് വായുവുണ്ട്. അത് കഴുകി അങ്ങ് നിറയ്ക്കുമ്പോൾ അതിനകത്ത് വായു എല്ലാം അങ്ങ് പോകുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു ഭയം, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അസൂയാവട്ടെ, നീളമാവട്ടെ, എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, പാപത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് പരിശുദ്ധാത്മ ഒന്ന് നിറഞ്ഞത് തികഞ്ഞ സ്നേഹം. അത് നമ്മളിപ്പോൾ 1 യോഹന്നാൻ 4:18 പെർഫെക്റ്റ് ലവ്, ആ സ്നേഹം അങ്ങ് തികയണം എന്ന് വെച്ചാൽ നിറഞ്ഞു കവിയണം. അതിനാണ് നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ച് പറഞ്ഞത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുള്ള കാര്യം. പിന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി ശക്തിപ്പെടുത്തുന്ന വാക്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മിക്കവർക്കും പരിചിതമായിട്ടുള്ള ആ യെശയ്യാവ് 41 ആ 2 വാക്യം കൂടി ഞാനങ്ങ് വായിക്കുക. യെശയ്യാവ് 41 അധ്യായത്തിൽ 10-13 വാക്യങ്ങൾ, അത് യേശു കർത്താവ് എന്നോട് പറയുന്ന വാക്യങ്ങളായിട്ട് ഞാനത് എടുക്കണം. നമ്മൾ ഓരോരുത്തരും എന്താ അവിടെ പറയുന്നത്, നമ്മൾ ചേർത്ത് നിർത്തി കർത്താവ് പറയുക. യെശയ്യാവ് 41 അധ്യായത്തിൻ്റെ 10 വാക്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പലപ്പോഴും ഞാൻ കർത്താവിൽ നിന്ന് ആ വാക്ക് ഇന്ന് രാവിലെയും കേട്ടു. മൈ സൺ ഐ എം വിത്ത് യു, സന്ദീപ് ഐ എം വിത്ത് യു, മോനെ ഐ എം വിത്ത് യു എന്നുള്ള ആ ഒരു കർത്താവ് ആത്മാവിൽ സംസാരിക്കുന്ന ഒരു സ്വരം, അതെനിക്ക് എത്ര വലിയൊരു സന്തോഷമാണെന്നറിയാമോ. പക്ഷെ നമ്മൾ കേൾക്കാൻ ചെവിയുള്ളവർക്കേ കേൾക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് പറയുമ്പം ഐ എം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖം നമ്മുടെ ആത്മാവിൽ നമുക്ക് കണ്ട് കർത്താവിൽ അത് കേൾക്കുവാൻ പറ്റുവാണെങ്കിൽ എത്ര വലിയൊരു ധൈര്യമാണ്. നമ്മൾ ഇതൊരു പ്രതിസന്ധിയിലൂടെ ഇത് കർത്താവിൻ്റെ സാക്ഷിയാകുന്നതിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളുടെ ഏതൊരു ജീവിത സാഹചര്യത്തിലുമൊക്കെ ആ ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയുക, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത് കഴിഞ്ഞിട്ട് 13 വാക്യത്തിൽ പറയുക, നിൻ്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. കർത്താവ് തന്നെ പറയും, ഞാൻ എൻ്റെ വലം കൈ പിടിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ ഓരോ സാഹചര്യത്തിലും കർത്താവ് നമ്മളെ സഹായിക്കാൻ മതിയാവനാണ്. അപ്പം അങ്ങനെയുള്ള ദൈവവചനത്തിൽ അമ്മ മറന്നാലും മറക്കുകയില്ല എന്നൊക്കെയുള്ള ആ വാഗ്ദത്വം നമുക്കറിയാം. യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ആ ഭയം, ഭീരുത്വം, ജാള്യത, ചമ്മൽ, നാണം, അപ്പോൾ ഇതെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ചിലപ്പം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലായിരിക്കും. എൻ്റെ അച്ഛനമ്മമാർക്കറിയാം. എന്നുവെച്ചാൽ ഞാൻ അമ്മയോട് പണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി മത്സരത്തിന്, അതായത് പദ്യപാരായണം, അക്ഷരശ്ലോകം, അത് ഇതിനെല്ലാം ചേരാനൊക്കെ എല്ലാവരും ഉത്സാഹിപ്പിക്കും. അപ്പം അമ്മ പറയും പ്രസംഗത്തിനും കൂടെ ചേരണം എന്ന് പറയും. എൻ്റെ അമ്മ മലയാളം എം എ ഒക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഇത് മലയാളയുടെ മുമ്പിൽ പറയാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് മക്കൾ അങ്ങനെ പറയണം എന്നുള്ളൊരു, ഇപ്പോൾ മൂത്ത ചേച്ചി അതുപോലെയൊക്കെ സ്കൂൾ തലത്തിലൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ഇടയ്ക്കും പറയും പ്രസംഗ മത്സരത്തിനും കൂടെ ചേരണം. അപ്പം ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു ചിരിയാണ്, പ്രസംഗത്തിന് ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ചേരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ അമ്മ എന്നെ കളിയാക്കുന്നു, അങ്ങനെ പറഞ്ഞ ആളെ ഇന്നിപ്പം എല്ലാ ദിവസവും നോക്കുമ്പോൾ പ്രസംഗമാണ്, എവിടെ നോക്കിയാലും പ്രസംഗമാണ്, അവിടെ പ്രസംഗം ഇവിടെ പ്രസംഗം എന്നുള്ളൊരു കാര്യം വെച്ചാൽ. പക്ഷെ അത് ദൈവം എന്നെ മാറ്റിയതാണ്. അന്ന് ഞാൻ പ്രസംഗ മത്സരത്തിനൊക്കെ ചേരുമ്പം തന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ച് അങ്ങ് തടി തപ്പാനെ നോക്കുമായിരുന്നു. പക്ഷേ കർത്താവിലേക്ക് വന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവ് ആ ഒരു വലിയൊരു വിടുതല്ല. ഞാനീ പറയുന്ന ഈ പക്ഷി ഈ കൂട്ടിനകത്ത് കിടക്കുന്നതും ചിറകടിച്ച് പറന്നു വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിരിക്കണം. നമ്മുടെ ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത് അവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടാണ് നമ്മൾ പലപ്പോഴും അയ്യോ ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റിപ്പോവും, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെയുള്ള. തെറ്റിപ്പോയാലെന്താ, ഒരു ഇപ്പം കളിയാക്കിയാലെന്താ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ കർത്താവിന് മുമ്പാകെ പറയുന്നത് എന്നുള്ളൊരു ബോധ്യം. അപ്പം ആ ഒരു ചങ്ങലയിൽ നിന്ന് നമ്മളെല്ലാവരും വിടുവിക്കപ്പെടണം. ഞാനിപ്പോൾ 2ാമത്തെ പോയിന്റ് പെട്ടെന്ന് പറയാം. പിന്നെ 2ാമത്തെ, ഇപ്പം കർത്താവിൻ്റെ സാക്ഷിയാകുന്നതിന് തടസ്സമായിട്ട് ഈ ഉത്കണ്ഠയും ഭീരുത്വം കാര്യങ്ങളൊക്കെ വരാം. പിന്നെ 2ാമത്തെ കാര്യം, ലൈഫ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നുള്ളൊരു, എൻ്റെ ജീവിതം അത്ര അങ്ങ് ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ജീവിതം അങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല, ഞാൻ അത്ര അങ്ങ് വിശുദ്ധയായിട്ടായി തീർന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിനി മറ്റുള്ളവരോട് എങ്ങനെ എനിക്ക് പറയാനൊക്കും, ഞാൻ അത്ര തികഞ്ഞവനല്ലെങ്കിൽ പിന്നെ എനിക്ക് മറ്റുള്ളവരോട് എങ്ങനെ യേശുവിനെ കുറിച്ച് പറയാനൊക്കും, അവർ എന്നോട് ഇങ്ങനെ വിരളി കൊണ്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ സാക്ബേർ തന്നെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. 2ാം ക്ലാസ്സുകാരന് 1ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാം, 2ാം ക്ലാസ്സുകാരൻ PhD-കാരനെ പഠിപ്പിക്കാൻ നിൽക്കണ്ടേ,
പക്ഷേ 2ാം ക്ലാസ് തന്നെ ആരെ പഠിപ്പിക്കാനൊക്കും? 2ാം ക്ലാസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും, അർപ്പിതം ജോസിനെയൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ പ്രാർത്ഥന ബേബിയെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവർ എന്താണ് BEdും TTC എല്ലാം പാസ്സായാലേ ഈ പാഠം പറഞ്ഞു കൊടുക്കാനൊക്കെ ഒത്തുള്ളുന്നുണ്ട്. നമ്മളെക്കാട്ടി കുറഞ്ഞ ആൾക്കാരോട്, അതായത് രക്ഷിക്കപ്പെടാത്തവരോട് രക്ഷിക്കപ്പെട്ടവരായ നമുക്ക് എല്ലാവർക്കും യേശുവിനെ കുറിച്ച് പറയാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ LKGയിൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിൽ ചേർന്നു. അപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയേണ്ട, പക്ഷേ കർത്താവിൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ കിട്ടുന്നൊരു അവസരം, നമ്മൾ അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കാൻ കിട്ടുന്നൊരു അവസരം, അങ്ങനെയുള്ളൊരു അവസരം ഒന്നും പാഴാക്കാതെ നമുക്ക് എല്ലായിടത്തും കർത്താവിൻ്റെ ഒരു അപ്പോൾ നമുക്ക് ഞാനങ്ങ് പൂർണ്ണനായാലേ, ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ശരിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളത് മനസ്സാന്തരപ്പെട്ട് ശരിയാക്കണം. എന്നാൽ ഞാനങ്ങ് പൂർണ്ണനായാലേ എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല. സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ നമുക്ക് ഈ ലൈഫ് ഭൂമിയിൽ ആ കാര്യങ്ങളൊക്കെ മിസ്സായിപ്പോൾ, അപ്പം അത് പിശാച് തരുന്നൊരു പിശാചിൻ്റെ തീയമ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ എഫേസ്യർ 6:17 വായിക്കുമ്പോൾ അവൻ്റെ ഒരു തീയമ്പ് പെട്ടെന്ന് നമ്മൾ ആരോടെങ്കിലും നിങ്ങൾ പറയുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വീഴ്ചയുണ്ടല്ലോ, കുറവുണ്ടല്ലോ, അത് നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വീഴ്ച വന്നെങ്കിൽ കർത്താവേ അവിടുത്തെ രക്തം കഴുകണേ, കർത്താവേ നിർമ്മല മനസ്സാക്ഷിയെ തരണേ. അത് നമുക്ക് ദൈവം തരുന്ന അവസരം നമ്മളപ്പം പാഴാക്കി കളയേണ്ട കാര്യമുള്ളൂ. ഞാൻ അതുപോലെ അങ്ങ് ഇത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ ഞാൻ ഏറ്റവും ഒരു വീഴ്ചയും കൂടാതെ ഒരു പാപവും കൂടാതെ ഇങ്ങനെ ജീവിച്ചാലേ ഞാൻ യേശുവിനെ കുറിച്ച് പറയത്തുള്ളൂ, ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇനി എത്ര വീഴ്ചയോ കാര്യങ്ങളോ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ പെട്ടെന്നങ്ങ് മാനസാന്തരപ്പെട്ട് കണ്ണിൽ കരട് പോയാൽ 10 ദിവസം കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും കാണാമെന്ന് പറയുമില്ല, പെട്ടെന്ന് തന്നെ കഴുകി കളയണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് സിസ്റ്ററോട് ചോദിച്ചാൽ പറയില്ല, എക്സ്പോഷർ കെററ്റൈറ്റിസ് ഒക്കെ ആയും ചില കണ്ണിൻ്റെ കാഴ്ച തന്നെ പോകുന്ന രീതിയിലേക്ക് ആയിപ്പോകാം എന്ന് പറയുന്ന പോലെ നമ്മുടെ കണ്ണിൽ കരട് മനസാക്ഷിയിലൊരു നമ്മുടെ ആത്മശരീരമാകുന്ന ആത്മശരീരത്തിൻ്റെ കണ്ണാകുന്ന മനസാക്ഷിയിൽ എന്തെങ്കിലും ഒരു കരട് വീഴുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസാക്ഷിയെ മലീമസപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു അശുദ്ധമായിട്ടുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു നിഗളത്തിൻ്റെ ചിന്തയോ അല്ലെങ്കിൽ ഒരു നീരസത്തിൻ്റെ ഒരു കയ്പിൻ്റെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. ചിലപ്പം വേറെ എന്തെങ്കിലും ചില കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു നല്ല മനസാക്ഷിയുടെ മുമ്പാകെ അങ്ങ് കർത്താവിനാൽ കഴുകപ്പെട്ട് നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ആ ഒരു ജീവിതം ഏറ്റവും പെർഫെക്റ്റ് ആയാലേ, പൂർണ്ണമായാലേ ഞാനിനി എന്തെങ്കിലും പറയത്തുള്ളൂ എന്ന് പറയുന്നത് ബാലിശമാണെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ 2ാമത്തെ കാര്യം. പിന്നെ 3ാമത്തെ കാര്യം, ഹൗ ക്യാൻ ഐ ആൻസർ ദി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ്. അവർ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ ഉത്തരം പറയാനൊക്കും എന്ന് ചോദിച്ചാൽ അവർ വലിയ ഇപ്പം നമ്മളെ കർത്താവിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നു, അപ്പോൾ അവരെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ശരിക്കും ഇനിയിപ്പം നമുക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് പറയാമെന്നങ്ങ് പറയാം, അല്ലേ? നമുക്ക് ഞാൻ ചർച്ചിലെ സൗകര്യങ്ങൾ ചോദിച്ചിട്ട് എന്താ പിന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അവർ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവരുടെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ദൈവം നമുക്കൊരു ഉത്തരം തരും. അത് പലപ്പോഴും നമ്മുടെ പലരുടെ അനുഭവമായിട്ട് നമുക്ക് പലർക്കും പറയാനൊക്കുമെന്ന് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു ആംഗിളിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ അത് ആ സമയത്ത് ദൈവം നമുക്കൊരു ജ്ഞാനം തരും. നമ്മളുടെ എതിർക്കുന്നവർക്ക് പിതാവിൻ്റെ ആത്മാവ് മത്തായി 10:30 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മത്തായി 10:30 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 10:30 20 വാക്യത്തിലാണ്. 10:20 വാക്യത്തിൽ മത്തായി 10:20 വാക്യത്തിൽ പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ. അതിൻ്റെ 19 വാക്യം, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുവാൻ എങ്ങനെയോ എന്തോ ഏൽപ്പിക്കുമ്പോൾ, നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, അതായത് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ എതിർക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയോ എന്തോ പറയണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ആ നാഴികയിൽ വെച്ചാൽ നമ്മൾ കടയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പേ കുഞ്ഞിന് പൈസ കൊടുത്ത് വിടുമെന്ന് പറഞ്ഞ പോലെ ആ നാഴികയിൽ വേണ്ടുന്നത് അപ്പം ദൈവം തരും. ചിലപ്പോൾ അതിനു മുമ്പ് നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളായിരിക്കും. അത് ദൈവം വിശ്വസ്തനാണ്. ആ പറയേണ്ടത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ. പരിശുദ്ധാത്മാവ് അത്രേ എന്ന് പറയുന്നതിന് പകരം പിതാവിൻ്റെ ആത്മാവ്. അതായത് ഞാൻ പലപ്പോഴും ഒരു എക്സാമ്പിൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പയ്യനെ അതിന് അപ്പനെയും വിളിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുക. അപ്പം നമ്മൾ ചോദിക്കുമോ, ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നേ, നിനക്ക് പേടിയില്ലേ? ഞാൻ എൻ്റെ അപ്പനെയും കൊണ്ടല്ലേ പോകുന്നേ. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം ഉത്തരം പറഞ്ഞോളൂ. എന്നപ്പോൾ അപ്പം ഉത്തരം പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ ആത്മാവ് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞോളൂ. ഞാൻ അതിനെക്കുറിച്ച് പരിഭവപ്പെടേണ്ട കാര്യമില്ല. ഇതേ കാര്യം തന്നെ ലൂക്കോസ് 21:15 പറയുമ്പോൾ
എങ്ങനെയുള്ള ഉത്തരം തരുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്കൊന്നും മറുത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഉത്തരം ദൈവത്തിന് തരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ലൂക്കോസ് 21:14-15 ആകയാൽ പ്രതിവാദിക്കുമ്പോൾ മുൻപ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ. അതായത് അവരിങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയും, ഇങ്ങനെ പറയും, അങ്ങനെ നമ്മൾ യുനോ അങ്ങനെ നമ്മുടെ മനസ്സ് കലുഷിതമാകേണ്ട കാര്യമില്ല. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും, അതാ ലൂക്കോസ് 21:15, നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുക്കാനോ എതിര് പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. വാക്ക് തരും, ഏത് വാക്കുകൾ ഉപയോഗിക്കണം, ജ്ഞാനം, അതിൻ്റെ കണ്ടന്റ് എന്താ പറയണ്ടേ, അതാ വാക്ക്, അട്രൻസ് ആൻഡ് വിസ്റ്റം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ആ ഒരു വാക്ക് എങ്ങനെ പറയണം, അത് എന്ത് പറയണം എന്നുള്ള കാര്യം ഞാൻ തരും. അത് ആ നാഴികയെ തരുമെന്ന നമ്മളിപ്പം 10-ാം അധ്യായത്തിൻ്റെ 20 മത്തായി 10:20 നമ്മൾ വായിച്ചത്. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് നമുക്ക് തന്നെ ഒന്ന് ഗൂഗിളിൽ തന്നെ ഒരു റെഫറൻസ് നോക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങളോട് ചോദിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സാക്ബറിൻ്റെ തന്നെ എന്തെങ്കിലും വേഴ്സ് എടുത്ത് നോക്കാനോ, അല്ലെങ്കിൽ ത്രൂ ദ ബൈബിൾ എടുത്ത് നോക്കാനോ, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് തന്നെ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് തന്നെ നമ്മളെ അറിയാത്ത കാര്യമായിരുന്നു. പക്ഷെ നമ്മളിത് പറയാതിരുന്നായിരുന്നെങ്കിൽ ചിലപ്പം നമുക്ക് അങ്ങനെ ആ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് പലരും ചോദിക്കും, അപ്പം നമുക്ക് നമ്മളുടെ സാക്ഷ്യം പറയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് അത് മറ്റുള്ളവർ എന്ത് ചോദിക്കും, അവരുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതെല്ലാം പിശാച് കൊണ്ടുവരുന്ന ഓരോ തീയമ്പുകളാണ്. പിന്നെ ഉള്ളത് 4ാമത്തെ തടസ്സം എന്താ, എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലി തിരക്കാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കർത്താവിനെ സാക്ഷിക്കാനോ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാനോ ഒന്നും സമയമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന് ഉത്തരം പറയണ്ടേ? നമ്മളെ ആരെങ്കിലും കാലൊടിഞ്ഞൊന്ന് കിടന്നാൽ നമുക്ക് സമയമുണ്ട്. സാക്വേർ പറയും, നമുക്ക് പലപ്പോഴും നമുക്ക് വചനം വായിക്കാൻ സമയമില്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ രോഗക്കിടക്കയിലാവുമ്പോൾ പിന്നെ എല്ലാത്തിനും സമയമുണ്ട്. അപ്പം ദൈവം നമുക്ക് സമയം തരുന്നത്, ദൈവത്തിൻ്റെ ദാനമാണ് 24 മണിക്കൂറും കർത്താവിൻ്റെ ദാനം. അപ്പം നമ്മളെ സമയം തക്കത്തിൽ വീണ്ടുകൊള്ളുവിൻ എന്നാണ് എഫേസ്യർ 5:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ഒരു സമയത്ത് തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ, ആ റിഡീം യുവർ ടൈം എന്നാണ് എഫേസ്യർ 5:16 നമ്മൾ വായിക്കുന്നത്. എക്സാഗുറാസോ എന്നുള്ള ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ബന്ധനത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മുടെ സമയം ലോകത്തിന് അധിപതിയായിട്ടുള്ള പിശാച് ഈ ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യാനായിട്ട് അവനിങ്ങനെ ബന്ധിച്ച് വെച്ചേക്കുക. പക്ഷേ അവിടെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് കർത്താവിന് സമർപ്പിച്ച് നമ്മുടെ സമയത്ത് നമ്മൾ വീണ്ടും കൊള്ളണം. കർത്താവ് ഈ സമയമെല്ലാം അവിടുന്ന് തന്ന സമയമാണ്, അത് അങ്ങേക്കായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശരിയാണ്, ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാം. പക്ഷേ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രയോറിറ്റീസ്. നമുക്ക് മുൻഗണന, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ശരിയാണ്, നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ കാണുമെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുൻഗണനാക്രമത്തിൽ ഒന്ന് എഴുതി വെക്കുകയൊക്കെ ചെയ്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. അപ്പം അങ്ങനെ മുൻഗണനയൊക്കെ കൊടുത്ത് നമ്മൾ സമയം ക്രമീകരിച്ച് ടൈം മാനേജ് ചെയ്ത് നമ്മൾ കർത്താവിന് സാക്ഷികളാകാനും കർത്താവിനെക്കുറിച്ച് കർത്താവിന് വചനം വായിക്കാനും ഒക്കെയുള്ള ആ ഒരു സമയമില്ല എന്നുള്ളത് അതൊരു എക്സ്ക്യൂസായിട്ട്, അതൊരു ഒഴികഴിവായിട്ട് മാറിപ്പോകരുത്. പിന്നെ 5ാമത്തെ കാര്യം, എല്ലാവരും സുവിശേഷം പറയണം. ഷുഡ് ഓൾ ഷെയർ ദ ഗോസ്പൽ. അതിനായിട്ട് ചില ഇവാഞ്ചലിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക വരവുള്ളവരൊക്കെ കാണും. അവരൊക്കെ അങ്ങ് സുവിശേഷം പറയട്ടെ, നമ്മളെല്ലാവരും സുവിശേഷം പറയണം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും സാക്ഷികളാകണം. അതാ നമ്മളിപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിച്ചു. ഞാനങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒത്തിരി എല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോസ്തലപ്രവൃത്തി 1:8 എല്ലാവരും സാക്ഷികളാകും. അപ്പോൾ എല്ലാവരും സാക്ഷികളാവും. ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും നമുക്ക് സാക്ഷീകരിക്കാം, നമുക്ക് വചനം പറയാം, സുവിശേഷം പറയാം, എല്ലാം പറയാം. ശരിയാണ്. പിന്നെ നമ്മൾ എഫേസ്യർ 4:11 നമ്മൾ വായിക്കുമ്പോൾ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ചിലർക്കൊരു സുവിശേഷത്തിന് ഒരു പ്രത്യേകമായിട്ടൊരു വരം കാണും. അവർക്ക് എവിടെ ഇടിച്ചു എന്ന് പറയാനും അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെ ആ കാര്യങ്ങളിലൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അതിൻ്റെതായ കുറച്ചുകൂടി ഒരു ബേർഡനായിട്ട് മറ്റുള്ളവരെ റീച്ച് ഔട്ട് ചെയ്യാൻ പ്രത്യേകമുള്ള ബേർഡനുള്ള ആ സുവിശേഷത്തിനൊരു ഭാരമുള്ള ചിലരെ സുവിശേഷകന്മാരായും. അപ്പം അങ്ങനെയുള്ള ഭാരമുള്ളവർ ഓഫ്കോഴ്സ് അങ്ങനെയുള്ളവർ അധികമായിട്ട് അത് ചെയ്യട്ടെ. അത് നല്ല കാര്യം തന്നെ, അങ്ങനെയുള്ളവരെ സഭയ്ക്ക് വേണം. പക്ഷേ എല്ലാവർക്കും ഒരേപോലുള്ള വരം കാണത്തില്ല. എനിക്ക് ആ സഹോദരനെ പോലെ അല്ലെങ്കിൽ ഈ സഹോദരിയെ പോലെ അങ്ങ് മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല, അങ്ങനെ എനിക്ക് മറ്റുള്ളവരെ അങ്ങ് കർത്താവിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ സഭയിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ താരതമ്യപ്പെടുത്തി നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളും താലന്തുകളും എന്താണോ അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും സാക്ഷികളാവണം, എല്ലാവരും ഇവാഞ്ചലിസ്റ്റുകളാവണമെന്നില്ല. പിന്നെ എല്ലാവർക്കും ഒരേ ഗിഫ്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാരം. പണ്ട് വിക്ടർ ബേർ
സംസാരിച്ചപ്പോൾ ഇങ്ങനെ അത് ബ്രദർ ഇങ്ങനെ പേഴ്സണലായിട്ട് പണ്ട് സംസാരിച്ചപ്പോഴേ, പ്രസംഗത്തിലല്ല ഞാൻ കേട്ടെ, അവിടെ കരികിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ബ്രദർ അന്ന് വെല്ലൂർ വന്നപ്പോൾ ഒന്ന് വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടത്. ഒരു കാര്യം ബ്രദർ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മ വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗോ അക്കോർഡിംഗ് ടു ദ ബർഡൻ ദാറ്റ് ഗോഡ് ഗിവ്സ് യു ആൻഡ് ഗോഡ് വിൽ ആഡ് ദ ഗിഫ്റ്റ്സ് എലോങ് എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ അനുഭവമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന ചില കാര്യങ്ങൾ ആ ഭാരത്തിനനുസരിച്ച് അങ്ങ് മുമ്പോട്ട് പോവുക. അപ്പം ദൈവം പിന്നെ വേണ്ടുന്ന ഗിഫ്റ്റുകൾ, വരങ്ങളൊക്കെ അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്തോളൂ. അല്ല ഗിഫ്റ്റൊക്കെ കിട്ടി ഞാനെല്ലാം അങ്ങ് വരപ്രാപ്തനായിട്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പം വാതുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഇതിനെ കർത്താവ് വന്നാലും നമ്മൾ വാതുറക്കാതിരിക്കും. പക്ഷേ നമുക്ക് ദൈവം ഹൃദയത്തിൽ തരുന്ന ഒരു ഭാരം, പ്രേരണ, അതിനനുസരിച്ച് നമുക്കിപ്പം ചിലപ്പം ചിലരോട് ചില കാര്യങ്ങൾ പറയാനായിരിക്കും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. ആ ദൈവം തരുന്ന ബേർഡൻ അനുസരിച്ച് അങ്ങ് പോകുമ്പം നമ്മൾ മനസ്സിലാക്കുക, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയതുപോലല്ല, ഇപ്പം ദൈവത്തിൻ്റെ ഒരു എനേബിളിംഗ് കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും കൂടെ ഉണ്ട്. അത് കുറച്ചുകൂടി ദൈവം അത് എഫക്റ്റീവാക്കി തീർക്കുന്നുണ്ട്. അപ്പം ഗോ അലോങ് വിത്ത് ദ ബേർഡൻ അക്കോർഡിംഗ് ടു ദ ബേർഡൻ ഗോഡ് ഹസ് ഗിവൺ യു ആൻഡ് ഗോഡ് വിൽ ആഡ് ദ ഗിഫ്റ്റ്സ്. അതിൻ്റെ വേണ്ടുന്ന വരങ്ങൾ ദൈവം അതിൻ്റെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അങ്ങ് ആഡ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എല്ലാ ഗിഫ്റ്റും ഉണ്ടെങ്കിലും ഞാൻ പറയാൻ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ ആറാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം, എല്ലാവരും ഇത് പറയണമെന്നുള്ള കാര്യം എല്ലാവരും പറയണമെന്ന് വെച്ചാൽ എല്ലാവരും പറയണം. പിന്നെ ചിലർക്ക് അത് പ്രത്യേകമായിട്ടുള്ള എനേബിളിംഗ് കാണും. പിന്നെ നമ്മുടെ ബേർഡൻ അനുസരിച്ച് അങ്ങ് പോവുക. പിന്നെ ആറാമത്തെ കാര്യം, ഡോണ്ട് നോ വാട്ട് ടു ഷെയർ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്നൊക്കെ ഉണ്ട്. അവരോട് എന്തു പറയുന്നേ എന്ന് ചോദിച്ചാൽ എന്ത് പറയണ്ടേ? നമ്മൾ കർത്താവിനെ അറിഞ്ഞുകൂടാത്തവരോട് നമുക്ക് പല അവസരങ്ങളായിരിക്കും ദൈവം തരുന്നത്. അപ്പം പല പ്രയാസത്തിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരോട് അവരുടെ രോഗാവസ്ഥയിലൊരു ആശ്വാസവാക്ക് പറയാനായിരിക്കും ദൈവം സഹായിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഒരു പ്രാർത്ഥനയുടെ എത്ര ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം സഹായിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു വാക്ക് പറയാനായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ റിസെപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ ചില കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ ചില രോഗാവസ്ഥയിൽ കർത്താവ് വിടുവിച്ചു, കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മളുടെ ടെസ്റ്റിമണി നമുക്ക് പറയാം. ദൈവം നമുക്ക് സമാധാനം തന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയൊരു പ്രയാസവും കടക്കണിയൊക്കെ ആയിരുന്നു, ദൈവം നമ്മളെ കർത്താവ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള ചില കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു, എന്നാൽ കർത്താവ് ഇന്ന് ഞങ്ങൾ നടത്തുന്നു. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം ഉള്ളതായിട്ട് പറയണമെന്നല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ട് പല കാര്യങ്ങളുമൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു അഷുറൻസ്, അവർക്കൊരു ആശ്വാസം, ഒരു ഉറപ്പ്, പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാം. അവരോടൊപ്പം അവർ റിസെപ്റ്റീവ് ആണെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സമയമെടുക്കാം. പിന്നെ നമ്മുടെ സാക്ഷ്യം പറയാം. പിന്നെ കൂടുതലായിട്ട് റിസെപ്റ്റീവായിട്ടുള്ളവരോട് നമുക്ക് സുവിശേഷം തന്നെ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് മാത്രമേ രക്ഷകനായിട്ടുള്ളൂ. യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗ്ഗം കർത്താവ് തന്നെയാണ്. നമ്മളെല്ലാവരും പാപികളാണ്. അപ്പോൾ ദൈവം നമ്മളോട് ഒരു സ്നേഹബന്ധം ആഗ്രഹിക്കുന്നു. എന്താ സുവിശേഷത്തിൻ്റെ കാതൽ ഞാനൊരു 4 സെൻറ്റൻസിൽ പെട്ടെന്ന് പറയുവാണെങ്കിൽ എന്തോ പറയുന്നത്, കർത്താവ് ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളോടുള്ളൊരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം, ഒരു പേഴ്സണൽ ലവ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. പക്ഷേ ആ സ്നേഹബന്ധത്തിന് തടസ്സമായിട്ട് എന്താ ഉള്ളത്? നമ്മളുടെ പാപം. നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വീണു പോയിട്ടുള്ളവർ. ആ പാപം ആണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്ന ഒരു കാര്യം. ആ പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള നരകശിക്ഷയാണ്. ആ ശിക്ഷ നമ്മളെല്ലാവരും നിത്യമായിട്ട് നരകത്തിൽ കിടക്കേണ്ടി വരാം. പക്ഷേ ദൈവം നീതിമാൻ മാത്രമല്ല, ദൈവം നീതിമാനായതുകൊണ്ട് ആ പാപത്തിലുള്ളവരെ നരകത്തിലേക്ക് അയക്കണം. എന്നാൽ ദൈവം സ്നേഹവാനായതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. അതാ യേശു ക്രിസ്തു. 2000 വർഷം മുമ്പ് ഇസ്രായേലിൽ മനുഷ്യനായിട്ട് അവതരിച്ച യേശു കർത്താവ്. ആ കർത്താവ് ഒരു പെർഫെക്റ്റായിട്ട് ഏറ്റവും ഒരു പരിശുദ്ധനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവ് ആ പഴയ നിയമത്തിൽ അതിനു മുമ്പേ ദൈവം അരുളി ചെയ്ത പ്രവാചകന്മാരുടെ പ്രവചന നിവൃത്തിയായിട്ട് കർത്താവ് കാൽവരി കുരിശിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പാപത്തിൻ്റെ ശിക്ഷയായിട്ടുള്ളൊരു യാഗമായിട്ടായിത്തീർന്നു. ആ നമ്മൾ നിത്യമായിട്ട് സഹിക്കേണ്ട നരകശിക്ഷ കർത്താവ് നിത്യനായിട്ടുള്ള യേശു കർത്താവ് ആ 3 നാഴിക നേരം കൊണ്ട് ക്രൂശിൽ കർത്താവ് അത് സഹിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ സ്വന്തം വഴികളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിൽ അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ, നമ്മളങ്ങ് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെ അങ്ങ് കർത്താവിന് എനിക്കായിട്ടല്ല അവിടത്തേക്കായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ തരുന്നു, അവിടെ തന്നെ ഹൃദയത്തിൽ വരണമെന്ന് പറഞ്ഞ് നമ്മൾ മനസാന്തരത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു കർത്താവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരും. നമുക്ക് വലിയൊരു സന്തോഷവും സമാധാനവും ദൈവമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ വരും. നമ്മുടെ ജീവിതം ആകെ ഇരുട്ട് നിറഞ്ഞൊരു റൂമിൽ പെട്ടെന്ന് ലൈറ്റ് ഇട്ടതുപോലെ ഒരു പ്രകാശം വരും. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പറയുന്ന ആൾക്ക് കുറച്ചുകൂടി റിസെപ്റ്റീവ് ആണെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന, ഒരു സിന്നേഴ്സ് പ്രെയർ എന്ന് പറയുന്ന പോലെ ഈ ഒരു കർത്താവിനെ ഏറ്റു പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ടൊരു ചെറിയ പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നതിൽ ബില്ലിംഗ് ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ സ്നേഹം നിറഞ്ഞ യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ
കുറവുകൾ സംഭവിച്ചു പോയി, പാപം ചെയ്തു പോയിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു വരുത്തി ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് മാത്രം ഏകസത്യ ദൈവം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ ഹൃദയത്തെ അവിടുത്തെ രക്തത്തെ കഴുകണം, എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. ഞാൻ ആ ഒരു ചെറിയ പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുത്ത് അങ്ങനെ കർത്താവിനെ ഞാൻ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമുക്ക് അവരുടെ ആ ഒരു റെസെപ്റ്റീവ് അനുസരിച്ച് എല്ലാവരോടും നമുക്ക് എല്ലാവരും ഒരേപോലെ റിസെപ്റ്റീവ് ആയിട്ടുള്ളവരായിരിക്കത്തില്ല. റിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, കേൾക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്വീകരിക്കുന്ന മനസ്സുള്ളവരായിരിക്കത്തില്ല. നമ്മൾ ആരെയും ഫോഴ്സ്ഫുള്ളായിട്ടോ എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. അവരുടെ താല്പര്യം അനുസരിച്ച്, അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ, അവർക്ക് കൂടുതൽ ദാഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരെ നമുക്ക് വഴി നടത്താനൊക്കെ. ഇപ്പം നമുക്ക് അത്രയും ഒരു പ്രാപ്തിയില്ലെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ സഭയിലെ സഹോദരങ്ങൾ, നമുക്ക് ഇന്ന സഹോദരങ്ങളോട് കൂടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ ചെന്ന് അവർ ഗൈഡ് ചെയ്ത് അങ്ങനെ. അപ്പം അതാ മോട്ട് ടു ഷെയർ ഉള്ളതിൻ്റെ ഉത്തരം. അപ്പം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഓവർഫ്ലോ ആയിട്ട് വന്നോളും. പിന്നെ ഏഴാമത്തെ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ ആലിഗേഷൻ ഓഫ് റിലീജിയസ് കൺവേർഷൻ. നിങ്ങളെല്ലാം മതം മാറ്റുന്ന ആൾക്കാരാണെന്ന് മറ്റുള്ളവർ പറയത്തില്ലെന്ന് ചോദിച്ചാൽ, നമ്മൾ മതം മാറ്റുന്ന ആൾക്കാരല്ലേ, മറിച്ച് ദൈവം നമ്മളുടെ മനസ്സ് മാറ്റി, ദൈവം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ദൈവം വില്ലിങ് ആണ്, ദൈവം ഒരുക്കമുള്ളവനാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ആരെയും ഒന്നും ഫോഴ്സ് ചെയ്തൊന്നും പറയുമോ ഒന്നും ചെയ്യുന്ന, ഒരാളെ നിർബന്ധിച്ച് നമ്മൾ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ദൈവം തന്നെ ആരെങ്കിലും ഒരാൾ എന്നെ പിൻഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ക്രൂസ് എടുത്ത് വരട്ടെ എന്നാണ് പറഞ്ഞാൽ, അല്ലാതെ കർത്താവിനെ ആരുടെയും കോളറിനെ പിടിച്ച് നീ എൻ്റെ കൂടെ വരണമെന്ന്, നിന്റെ പിന്നാലെ വരണമെന്ന് പറഞ്ഞില്ല. കർത്താവ് ആരെയും ഫോഴ്സ് ചെയ്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല എന്ന്. പിന്നെ പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തീയ മതമല്ല. ഇന്ന് ക്രിസ്തീയ മതമായിട്ട് ഒരു പാരമ്പര്യവും ഘടകങ്ങളൊക്കെ ഉള്ള പല പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആൾക്കാരല്ല. ഇത് ക്രിസ്തീയ മാർഗ്ഗമാണ്, ഇതൊരു വഴിയാണ്, ഇതൊരു ജീവിതമാണ്, കർത്താവായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ്. അല്ലാതെ ഒരു മതവും അതുപോലെയൊക്കെ ഉള്ള പള്ളിയും പട്ടക്കാരും ഒക്കെ ഉള്ള അതുപോലുള്ള ഒരു ചട്ടക്കൂടിലല്ല ഞങ്ങളുള്ളത്. ദൈവവചനം, യേശുവിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്, അല്ലാതെ ക്രിസ്തീയ മതത്തെയല്ല പിൻപറ്റുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നിർബന്ധത്തിലുള്ള കാര്യങ്ങളല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാം. പിന്നെ എട്ടാമത്തെ കാര്യം, ഫിയർ ഓഫ് ബീങ് ഒപ്പോസ്ഡ്. മറ്റുള്ളവരെല്ലാം നമ്മളെ എതിർക്കുമോ, അവരെല്ലാം എന്തൊക്കെ എതിർപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്ത് പറ്റും, അവരൊക്കെ നമ്മളെ കളിയാക്കുമോ, എതിർപ്പും ഒക്കെ ചെയ്യുമോ ചോദിച്ചാൽ എതിർക്കും. അങ്ങനെ ഓഫ് കോഴ്സ് ആ ക്രൂസിൻ്റെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും ദൈവം അനുവദിക്കത്തില്ല. പക്ഷേ ആ എതിർപ്പുകളോ ചില കുത്തുവാക്കുകളോ കാര്യങ്ങളൊക്കെ വരുന്നത് അതൊരു സന്തോഷമായിട്ട് എണ്ണുവാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 5:41 പത്രോസ് യോഹന്നാനും ഒക്കെ കർത്താവിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുവാൻ, കഷ്ടം സഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരെന്ന് എണ്ണിയതിനാൽ അത്യന്തം സന്തോഷിച്ചു എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5:41 റെഫറൻസ് എഴുതിയെടുത്തോ. അപ്പം അതുപോലെ കർത്താവിൻ്റെ നിന്നയെ വൻധനമായിട്ട് എണ്ണിയതായിട്ടൊക്കെ മോശയെക്കുറിച്ചൊക്കെ നമ്മൾ എബ്രായർ 11:26 വായിക്കുന്നുണ്ട്. എബ്രായർ 11:26, അപ്പോസ്തലപ്രവൃത്തിയിൽ 5:41, എബ്രായർ 11:26 കർത്താവിൻ്റെ നിന്നയെ വൻധനമായിട്ട് മോശ എണ്ണിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു നിന്നയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളില്ലാന്നൊന്നും പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കർത്താവ് എനിക്ക് വേണ്ടി വ്യവസ്ഥനായിട്ട് ക്രൂസിൽ കർത്താവ് എനിക്ക് വേണ്ടി ലജ്ജിക്കാതെ കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ ഞാൻ കർത്താവിനെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് എതിർപ്പ് നമ്മൾ ഫിയർ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ദിവസം കർത്താവിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കാൻ പറ്റും? അപ്പം അങ്ങനെ ആ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ ഒമ്പതാമത്തെ കാര്യം, ഇതുപോലൊക്കെയുള്ള ഓരോ 9ാമത്തെ കാര്യം എന്താ തടസ്സം എന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള പല എതിർപ്പുകളും, ഇരട്ടപ്പേരോ, മറ്റുള്ളവർ നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തുന്നു, റെഡിക്യൂൾ, ഓസ്ട്രസൈസേഷൻ, ബാഡ് നെയിംസ്, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം, അങ്ങനെ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല എതിർപ്പിലൂടെയോ ചില പ്രയാസത്തിലൂടെയൊക്കെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിന്നതിൻ്റെ അതിലൂടെ കടന്നു പോകുമ്പം നമ്മൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. എന്താ, കർത്താവ് നമ്മളെ ഹമ്പിൾ ചെയ്യാൻ വേണ്ടി, നമ്മളുടെ ആ ഒരു സ്ട്രോങ് സെൽഫ് അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഇതിലൂടെ കടത്തി വിടുന്നു. ടു ബ്രേക്കസ് ആൻഡ് ഹമ്പിളസ്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ബലവാനാകുന്നു എന്നാണ് 2 കൊരിന്ത്യർ 12-10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് ചില കഷ്ടതകളും എതിർപ്പുകളൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ അത് നമ്മളെ കർത്താവിന് സാക്ഷിയാവുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പിശാചിന്റെ പ്രവൃത്തി. അപ്പം നമ്മൾ എതിർപ്പുകളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായാലും അതിലൂടെ എല്ലാം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വിശ്വാസത്തിന് ശോധനയായിട്ടതെടുത്ത് അത് നമ്മളെ കൂടുതലൊരു താഴ്മയിലേക്കും നുറുക്കത്തിലേക്കൊക്കെ വരുവാനൊക്കെ അത് സഹായിക്കും. പിന്നെ 10ാമത്തെ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ റോങ് പ്രയോറിറ്റീസ്, നമ്മളുടെ തന്നെ പാപം, നമ്മളുടെ തന്നെ തെറ്റായ മുൻഗണനകൾ, നമ്മളുടെ ജോലി, പഠിത്തം, അതൊക്കെ ഒരു വിഗ്രഹമായിട്ട് മാറുന്നു. എനിക്ക് എനിക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സഭയിൽ വരാൻ സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പല പ്രയോറിറ്റീസ് ഉണ്ട്, എനിക്ക് ആ ക്യാമ്പുണ്ട്, എനിക്ക് ഇന്ന
ഇതുണ്ട്, ഇന്ന കല്യാണമുണ്ട്, ഇന്ന ഇതൊക്കെയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ സാക്ഷിയാകളിൽ നിന്ന്, അങ്ങനെയുള്ള നമ്മുടെ ബിസിനസ്സോ നമ്മുടെ പ്രൊഫഷനോ നമ്മുടെ സ്റ്റഡീസോ, പിന്നെ അതാ കർത്താവ് പറയുന്നത്, പാത്രം കൊണ്ട് പാത്രത്തിനടി കൊണ്ട് വെക്കരുത് ഈ വിളക്ക് എന്ന് വിളിക്കുന്നത്. പാത്രം എന്ന് പറയുന്നത് പറഞ്ഞാൽ അളവ് പാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ, പ്രൊഫഷനെ, സ്റ്റഡീസിനെയൊക്കെ കുറിക്കുന്നത്. അതൊക്കെ നമ്മൾ വെളിച്ചത്തേക്ക് എടുത്ത് ആ വിളക്ക് തണ്ടിന്മേൽ വേണം, വിളക്ക് തണ്ടാകുന്ന സഭയിന്മേൽ വേണം നമ്മൾ വിളക്കായിട്ടായിരിക്കാൻ. അത് ഈ അളവ് പാത്രത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സോ അതുപോലെയുള്ള നമ്മുടെ പഠിത്തമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കരുത്. പിന്നെ കട്ടിലിൻ്റെ കീഴിൽ വെക്കരുതെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ല. കട്ടിലിൻ്റെ കീഴിൽ ഈ വിളക്ക് കൊണ്ട് വെക്കരുതെന്ന് അത് മത്തായി 5 മർക്കോസ് 4 ലൂക്കോസ് 11 ലൂക്കോസ് 8 ഒക്കെ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. 4 അധ്യായങ്ങളിൽ ലൂക്കോസ് 4, ലൂക്കോസ് 8, 11, പിന്നെ മർക്കോസ് 4, മത്തായി 5 ഈ അധ്യായങ്ങളിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള വിളക്ക് എവിടെയൊക്കെ കൊണ്ടുവെക്കരുതെന്ന് കർത്താവ് പറയുന്നിടത്തൊക്കെ അതൊക്കെ ഇത് സാക്ഷിയാകുന്നതിൻ്റെ തടസ്സങ്ങളാണ്. എന്തൊക്കെയാണ്? നമ്മളുടെ പ്രൊഫഷന്, ബിസിനസ്, സ്റ്റഡീസ്. പിന്നെ കട്ടിലിൻ്റെ കീഴിൽ കൊണ്ടുവെക്കരുതെന്ന് പറഞ്ഞാൽ, കട്ടിൽ എന്ന് പറഞ്ഞാൽ അത് സുഖഭോഗത്തെ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പാപങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ഭോഗേച്ഛകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കട്ടിലിനെ കുറിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മളുടെ വെളിച്ചത്തിന് തടസ്സമായിട്ട് അങ്ങനെയൊക്കെയുള്ള അത് ഓരോ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പറ്റിച്ചേരേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമ്മളെ അതിൽ നിന്ന് സഹായിക്കും. പിന്നെ അറയിൽ കൊണ്ട് വെക്കരുതെന്ന് പറയുന്നുണ്ട്. സെല്ലർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പണം, നമ്മുടെ ബാങ്ക് നിക്ഷേപം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നാലെ എപ്പോഴും നമ്മളുടെ മനസ്സ് എപ്പോഴും നമ്മുടെ പണത്തിൻ്റെ പിന്നാലെ അതാവും ഇത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കർത്താവിന് വേണ്ടി ശോഭിക്കാൻ കഴിയാതെ, കർത്താവിന് സാക്ഷിയാകാൻ കഴിയാതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങളിൽ നിന്ന് നമ്മൾ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതുപോലെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയാകുന്നതിൽ നിന്നെല്ലാം നമ്മളെ തടസ്സപ്പെടുത്തുക. പിന്നെ 11ാമത്തെ കാര്യമായിട്ട് നമ്മളെപ്പോഴും പറയുന്ന, ഞാൻ മുമ്പേ ആദ്യം തന്നെ പറഞ്ഞ കാര്യം, 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സ്വയം. ഇതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ആരെയും നിർബന്ധിക്കുന്നത്. പക്ഷേ നമ്മളുടെ ആ ഒരു സ്വയത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പം, മറിച്ച് നമ്മൾ ബ്രോക്കൺ ആണെങ്കിൽ, നമ്മൾ നുറുക്കപ്പെട്ടവരാണെങ്കിൽ, പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിൽ നിന്ന് അത് അനിർഗളം ഒഴുകിപ്പോകുന്ന ഒരു അനസ്യൂതം എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരോടൊന്ന് കോണ്ടാക്ട് ചെയ്യാനും മറ്റുള്ളവരോടൊന്ന് ചിരിച്ച് സംസാരിക്കാനും അവരെ ഉത്സാഹിപ്പിക്കും. നമ്മൾ ഭയങ്കര ഒരു സ്ട്രോങ് ഷെല്ലാകുന്ന ആ ഒരു ജഡത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടൊന്ന് അടുക്കാനോ, മറ്റുള്ളവർ നമ്മളെ അടുക്കുമ്പോഴത്തേക്ക് അവരും ഓടിപ്പോകും, അയ്യോ ഞങ്ങളെ ഇത് വരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കർത്താവിൻ്റെ സൗരഭ്യവാസനയോടുകൂടി നമ്മൾ നുറുക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ താഴ്മയും നുറുക്കവും മറ്റുള്ളവരോട് വളരെ അപ്രോച്ചബിളും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരോട് ഒരു ആശ്വാസവാക്ക് പറയാനോ, കർത്താവിനെ കുറിച്ച് പറയാനോ, ഒരു വാക്ക് പ്രാർത്ഥിക്കാനോ ഒക്കെ നമുക്ക് കൂടുതൽ നമ്മുടെ ജഡം, നമ്മുടെ സ്വയം, അതാ എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് ആയിട്ടുള്ള ഒരു 11ാമത്തെ ഒരു തടസ്സം. അതാണ് ബേസിക് ആയിട്ടുള്ളൊരു തടസ്സം. ആ മൺകൽ ഭരണി, ആ വെൺകൽ ഭരണി അങ്ങ് ഉടയുമ്പം ബാക്കി എല്ലാ ഭരണികളും, ബാക്കി പറയുന്ന 10 ഭരണികളും എല്ലാം അങ്ങ് ഉടഞ്ഞോളും. ബാക്കി എല്ലാ തടസ്സങ്ങളും അങ്ങ് മാറും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യം ചിന്തിച്ച് തുടങ്ങിയതുപോലെ, മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കില്ല. നമ്മൾ ലോകത്തിന് വെളിച്ചമായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മളിന്ന് മറഞ്ഞിരിക്കുന്നവരാണോ, അത് നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്നവണ്ണം ഒരു സാക്ഷിയായി തീരുവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? കർത്താവ് അധികമായിട്ട് അവിടുത്തെ സാക്ഷിയായിട്ട് എനിക്ക് ആയിത്തീരണം. അവിടുത്തെ ആത്മാവിനെല്ലാം നിറയ്ക്കണം. എൻ്റെ ജഡത്തെ അതിനായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഇങ്ങനെ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെല്ലാം നിറയ്ക്കണം. കർത്താവിനെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, കർത്താവിൻ്റെ സാക്ഷികളായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. കർത്താവ് നമുക്ക് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. എന്നാൽ കർത്താവെ എൻ്റെ കൂടെ ആയിരിക്കണം. അവിടുത്തെ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് യോഹന്നാൻ 15:5 പറയുന്നത് നമുക്കറിയാം. നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല നിർമ്മലനായിട്ടുള്ള കർത്താവെ. ഓരോ ദിവസവും മാത്രമല്ല, ഓരോ നിമിഷവും നിൻ്റെ നിറവിൽ സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിൻ്റെ വേല തികച്ചിടുവാൻ കർത്താവിൻ്റെ ഒരു വേലയുണ്ട്. അത് തികയ്ക്കുവാനായിട്ട് കർത്താവ് തന്നെ നമുക്ക് ആത്മാവിൻ്റെ ശക്തിയെ തരണം. കർത്താവിൻ്റെ വേല തികയ്ക്കാതെ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല തികയ്ക്കാതെ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയാൽ അതൊരു നിത്യമായിട്ടുള്ളൊരു ദുഃഖമായിരിക്കില്ലേ? നിൻ്റെ സാന്നിധ്യം സദാ നേരത്തിലും തന്നെ സമ്പൂർണ്ണമായി ജയിക്കാൻ, പാപം വെറുക്കുവാൻ, മോഹം വെടിയുവാൻ, ത്യാഗം സഹിച്ചിടുവാൻ, എല്ലാ നേരവും നിൻ്റെ ശക്തിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ, നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച കർത്താവിൻ്റെ സാക്ഷിയൊക്കെ നമ്മുടെ അപ്പോസ്തലപ്രവൃത്തി 10:38 പത്രോസ് പറയുന്നത് പോലെ, നിൻ ദാസനാകുവാൻ, ക്രൂശ് ചുമക്കുവാൻ, സാക്ഷ്യം വഹിച്ചിടുവാൻ നമുക്കൊരു പ്രാർത്ഥനയായിട്ട് കർത്താവേ, എൻ്റെ വാ തുറക്കാൻ, എൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയുവാൻ പറയേണ്ടത് കർത്താവേ അവിടുന്ന് തന്നെ കർത്താവേ എനിക്ക് വാക്കുകൾ തരും എന്നുള്ളൊരു വിശ്വാസത്തോടെ
നമ്മൾ വാ തുറക്കുമ്പം ഇന്ന് തന്നെ പുതിയ സഹോദരങ്ങളെ വാ തുറന്നത് എനിക്ക് ഒത്തിരി ഉത്സാഹമായിരുന്നു, സന്തോഷം. പുതിയ സഹോദരങ്ങൾ, നമ്മുടെ പഴയ സഹോദരങ്ങൾ എന്താ അവർ പുതിയതായിട്ട് വാ തുറന്നു, ഇനിയും വാ തുറക്കാനുള്ള സഹോദരങ്ങളുണ്ട്, അവരെല്ലാം വാ തുറക്കും. സോ അപ്പം നമ്മെ തന്നെ കർത്താവിനെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്തുവിനേശുവേ, നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ, ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ. സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിന്നേല് തികച്ചിടുവാൻ. സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിന്നേല് തികച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്തുവിനേശുവേ, നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ. നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ. പാപം വെറുക്കുവാൻ, മോഹം വെടിയുവാൻ, ത്യാഗം സഹിച്ചിടുവാൻ. പാപം വെറുക്കുവാൻ, മോഹം വെടിയുവാൻ, ത്യാഗം സഹിച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്തുവിനേശുവേ, നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. എല്ലാ നേരവും നിൻ ശക്തിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്തിടുവാൻ. എല്ലാ നേരവും നിൻ ശക്തിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്തിടുവാൻ. നിന്ദാസനാകുവാൻ, ക്രൂശു ചുമക്കുവാൻ, നിൻ സാക്ഷ്യം വഹിച്ചിടുവാൻ. നിന്ദാസനാകുവാൻ, ക്രൂശു ചുമക്കുവാൻ, നിൻ സാക്ഷ്യം വഹിച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്തുവിനേശുവേ.
നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. അത് കർത്താവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എല്ലാ നേരവും കർത്താവെ അവിടുത്തെ ശക്തിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ, അവിടുത്തെ ദാസനാകുവാൻ, ദാസിയാകുവാൻ, ക്രൂശ് ചുമക്കുവാൻ, അവിടുത്തെ സാക്ഷ്യം വഹിക്കുവാൻ. അതെ, ക്രൂശ് ചുമന്നാലേ നമ്മളുടെ സ്വയത്തിന് ആ ജഡം അത് എപ്പോഴും വായടച്ചു പിടിക്കാനേ ആ ജഡം ലോകവ്യവസ്ഥയിലൂടെ സാത്താൻ കൺട്രോൾ ചെയ്യുവാൻ ആണ്. ആ ജഡം സാത്താൻ്റേതായിട്ടുള്ള ഒരു സാക്ബേർ പറയുന്നത് പോലെ എനിമി ഇൻ അവർ ടെറിട്ടറിയാണ് ജഡം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേശത്തുള്ള ഒരു ശത്രുവാണ്, നമ്മളുടെ കൂടെ ഉള്ള എന്ന ശത്രുവിൻ്റെ പക്ഷത്തുള്ള സംഭവമാണ് ഈ ജഡം. ആ ജഡത്തെയാണ്, ആ സ്വയത്തെ, ആ സ്വന്തം ജീവനെയാണ് നമ്മൾ മരണത്തിനായിട്ട് ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ആ പ്രേരണയിൽ നമ്മൾ വാ തുറക്കുമ്പോൾ ദൈവം നമുക്ക് വാക്കുകളെ തരും. കർത്താവിന് സാക്ഷിയാകുവാൻ എവിടെ ആയാലും കർത്താവിന് സൗരഭ്യവാസനയാകുവാൻ പറഞ്ഞാൽ ശരിയാവുമോ, വാക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ, അങ്ങനെ ഒന്നുമല്ല, മറിച്ച് കർത്താവിന് സാക്ഷിയാകുവാൻ. അവിടെ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് നാരായണ പേർ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിലുള്ള സാങ്ക്ടിഫിക്കേഷൻ ഈ ജഡത്തിൻ്റെ നുറുക്കത്തിലാണ് സാങ്ക്ടിഫിക്കേഷൻ. അവിടെയാണ് പ്രാക്ടിക്കൽ ലെസൺ. തിയറി എല്ലാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ ലെസൺ, ആ സാങ്ക്ടിഫിക്കേഷൻ, വലിയൊരു സാങ്ക്ടിഫിക്കേഷൻ. നമ്മളുടെ ആ വാ തുറന്ന് കർത്താവിനെ സാക്ഷിക്കുമ്പോൾ വലിയ സാങ്ക്ടിഫിക്കേഷൻ നടക്കും, വലിയൊരു വിശുദ്ധീകരണം നടക്കും. നമ്മളത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ കർത്താവിനെ സാക്ഷിക്കുകയും കർത്താവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് നമുക്ക് തരുന്ന ആ ഒരു ബലം, അപ്പോൾ അത് പാപത്തിനെതിരെ പോരാടാൻ അത് നമുക്ക് അമിത ബലമായിട്ട് മാറുന്നതായിട്ട് എല്ലാവർക്കും അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. പാപത്തിനെതിരെ, ലോകത്തിനെതിരെ നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയാകുവാനായിട്ട് വാ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അമിത ബലമായിരിക്കും. ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്കിനി ബാക്കിയുള്ളവരെ പോലെ ആകാൻ സാധിക്കത്തില്ല. അത് നമുക്കതൊരു വലിയൊരു ആഡഡ് സ്ട്രെങ്തായിട്ട് ആയിത്തീരും. അതാണ് നമ്മൾ വലിയൊരു ആഴത്തിലുള്ളൊരു വിശദീകരണത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഒരു റിസർവയർ ആകാനല്ല, മറിച്ചൊരു ചാനലാകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. റിസർവയർ എന്ന് പറഞ്ഞാൽ അതൊരു സംഭരണിയായിട്ട് എല്ലാ ജലവും ഇങ്ങനെ ചാവുകടലിനെ മാതിരി ഔട്ട്ലെറ്റ് ഒന്നും ഇല്ലാതെ ആയിരുന്ന ചാവുകടൽ, ഡെഡ് സീ മാതിരി അവിടെ പിന്നെ ഒരു ജീവനും കാണത്തില്ല, ഒരു മത്സ്യവും കാണത്തില്ല. എന്നാൽ ഒരു ചാനലായിട്ട് അവിടെ ഒരു നദിയായിട്ട്, ഒരു ചാനലായിട്ട്, ഒരു തോടായിട്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ, ചാനലാകുമ്പോൾ അവന് ഇൻലെറ്റ് ഉണ്ട്, ഔട്ട്ലെറ്റും കൂടെ ആകുമ്പോൾ അത് ഫ്രഷ് ആയിരിക്കും എപ്പോഴും. അവിടെ ജീവൻ്റെ സമൃദ്ധിയായിരിക്കും. നമ്മൾ ചാനലാകുവാനാണ്, ചാനൽസ് ഓഫ് ബ്ലെസ്സിങ്, തോടുകളാകുവാൻ, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവുചാലുകളാകുവാനാണ് കർത്താവ് നമ്മളെ, ചാലുകളാകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു സംഭരണി മാതിരി എല്ലാം നമ്മൾ കേൾക്കുന്നു, അതിങ്ങനെ ആരോടും പറയാതെ നമ്മൾ പറയിൻ്റെ കീഴിലും കട്ടലിൻ്റെ കീഴിലും ഒക്കെ ഇങ്ങനെ അത് സഭയിൽ സാക്ഷിക്കുന്ന മാത്രമല്ല, ബാക്കി എല്ലായിടത്തും കർത്താവിൻ്റെ ചാലുകളാകുവാനും ചാനൽസ് ആകുവാനൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമുക്ക് നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ നന്ദി, കർത്താവേ നന്ദി. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയല്ലോ കർത്താവേ. യേശുവേ, ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജഡത്തിൻ്റേതായിട്ടുള്ള എല്ലാ കെട്ടുകളെയും, നാവുകളുടെ കെട്ടുകളെല്ലാം മാറി ഇവിടത്തേക്കായിട്ട് വാ തുറക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ സഭയിൽ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ അയൽവക്കത്ത്, ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ഞങ്ങളുടെ പഠന സ്ഥലത്ത്, ഞങ്ങളുടെ യാത്രയിലെല്ലാം എവിടെ ആയാലും കർത്താവേ, ഞങ്ങളിത് കേട്ടതുപോലെ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ലജ്ജിക്കുവാണെങ്കിൽ അങ്ങും ഞങ്ങളെക്കുറിച്ച് ഒരു നാളിൽ ലജ്ജിക്കേണ്ടി വരുമല്ലോ കർത്താവേ. അതിനിടവരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവേ, അന്ന് ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുത്തെ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ ഞങ്ങളെ നോക്കുമ്പോൾ അന്ന് തലകുനിക്കുവാൻ ഇടവരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ധീരസാക്ഷികളാകുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറച്ചാട്ടെ. എല്ലാ ബന്ധനങ്ങളെയും, മനുഷ്യഭയത്തിൻ്റെ എല്ലാ കെണികളെയും എല്ലാം കർത്താവേ അവിടുന്ന് ഞങ്ങളെ വിടുവിച്ച് ഉയരത്തിൽ പറക്കുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാക്ഷികളായിട്ട് മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാതെ വണ്ണം അനേകർക്ക് അതൊരു വഴികാട്ടിയായി തീരത്തക്കവണ്ണം കർത്താവേ, അവിടുന്ന് കർത്താവേ ആ ഒരു മലമേൽ നിന്നാണല്ലോ കർത്താവ് ഇത് പറഞ്ഞത്, ഗിരിപ്രഭാഷണം. അപ്പോൾ കർത്താവ് ഒരു മലമേൽ കയറിയിരുന്ന് എല്ലാവർക്കും വെളിച്ചമായിട്ടാണ് കർത്താവ് അങ്ങ് ആ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞത്. അവിടുന്ന് വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ അതെ കർത്താവ്, ഞങ്ങളും കർത്താവെ മലമേൽ വെച്ചിരിക്കുന്ന വൻപട്ടണമായ വിശുദ്ധ നഗരമായ യെരുശലേമിൻ്റെ ഭാഗമായിട്ട്
അവിടുത്തെ സഭയുടെ ഭാഗമായിട്ട് കർത്താവേ, അവിടുന്ന് ഒരു മലയുടെ മുകളിൽ നിന്ന് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങളും കർത്താവ് അവിടുത്തെ പോലെ ആ മലയുടെ മുകളിൽ തന്നെ എല്ലാവർക്കും ദൃശ്യമാകത്തക്ക വേണം. എല്ലാവരും ഞാൻ കർത്താവിൻ്റെ ആണെന്നുള്ളൊരു കാര്യം അറിയത്തക്ക വേണം. ഞാൻ ഇന്ന സഭയിലാണ് പോകുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നേ, ഇന്ന കർത്താവിനെ ഞാൻ പിൻപറ്റുന്നത്, അതിനെക്കുറിച്ചൊരു ലജ്ജയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും നമ്മളുടെ പഠിപ്പിലുകളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു അഭിമാനത്തോടെ കർത്താവെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നന്ദി കർത്താവേ, നന്ദി. എത്രത്തോളം ഞങ്ങൾ വഴി നടത്തില്ല, ഞങ്ങൾ ഓരോരുത്തരെയും അധികമായിട്ട് അവിടുന്ന് വിടുവിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങളുടെ അധികം അനുഗ്രഹമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.